ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു NCERT സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 നിന്നുള്ള ഒരു ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേരെന്താണ്? ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്നതാണ്. ലോക ഭൂപടത്തിൽ യൂറോപ്പ്. ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ യൂറോപ്പിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളും കാലാവസ്ഥയും അതുപോലെ നൈസർഗിക സസ്യ ജന്തുജാലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മുന്നിലത്തെ ക്ലാസ്സുകളിൽ പഠിച്ച അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്ലാസ്സും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്റർ അങ്ങനെ തന്നെയാണ്, നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ നൈസർഗിക സസ്യ ജന്തുജാലങ്ങളെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വൈവിധ്യങ്ങളുണ്ട്, അവിടുത്തെ ജനജീവിതത്തെ കുറിച്ചുണ്ട്. അത്തരത്തിലുള്ള യൂറോപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം തന്നെ നമ്മളിവിടെ പഠിക്കും. അപ്പൊ എന്തുകൊണ്ട് യൂറോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ടും സാമൂഹിക സാംസ്കാരിക സാമ്പത്തികപരമായിട്ടും ഒക്കെ വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു വൻകരയാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അവയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ലോക ഭൂപടത്തിൽ യൂറോപ്പ് ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ ഇന്നത്തെ യൂറോപ്പ് എന്ന ഒരു യാത്രാ വിവരണമാണ്. ആരുടേതാണ്? SK പൊറ്റക്കാടിൻ്റെതാണ്. SK പൊറ്റക്കാട് പ്രശസ്തനായ മലയാള സഞ്ചാര സാഹിത്യകാരനുമാണ്, അതുപോലെ ജ്ഞാനപീഠ ജേതാവുമാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്നത്തെ യൂറോപ്പ് എന്ന ഒരു ഭാഗം യാത്രാ വിവരണത്തിന്റെ ഭാഗമാണ് തന്നിട്ടുള്ളത്. നമുക്കത് വായിക്കാം. എന്റെ യൂറോപ്യൻ പര്യടനം ഇറ്റലിയിൽ ആരംഭിച്ചു. ദക്ഷിണ ഇറ്റലിയിലെ കാപ്പിരി ദ്വീപ്, വെസൂവിയസ് അഗ്നിപർവ്വതം, ഇതൊക്കെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ? പോംപി നഗരം മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഉൾനാടൻ മാർഗമായി റോമിൽ എത്തിച്ചേർന്നു. റോമിൽ നിന്നും ഫ്ലോറൻസിൽ ചെന്ന് ചേർന്നു. ഫ്ലോറൻസിലെ ഉൾനാടുകൾ ചുറ്റിക്കൊണ്ട് ചരിഞ്ഞ ഗോപുരത്തിന്റെ നഗരമായ പീസയിലെത്തി. പീസയിൽ നിന്നും വെനീസിലേക്ക് പുറപ്പെട്ടു. പിന്നെ അവിടെ നിന്നും മിലാനിലേക്ക് പോയി. മിലാനിൽ വെച്ച് ഇറ്റാലിയൻ പര്യടനം അവസാനിപ്പിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് തീവണ്ടി കയറി. സ്വിറ്റ്സർലൻഡിലെ പ്രധാന നഗരങ്ങളിലും മലനിരകളിലും തടാക തീരങ്ങളിലും ഗ്രാമങ്ങളിലുമായി 40 ദിവസം സഞ്ചരിച്ച് ഫ്രാൻസിലേക്ക് പുറപ്പെട്ടു. ഒരാഴ്ച പാരീസിൽ കഴിച്ചുകൂട്ടി. പിന്നെ പാരീസിൽ നിന്നും ഫ്രാൻസിന്റെ നാട്ടുംപുറങ്ങളിലൂടെ സഞ്ചരിച്ച് നിപ്പിയിൽ എത്തിച്ചേർന്നു. നിപ്പിയിൽ നിന്നും ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഇംഗ്ലണ്ടിലെത്തി. ഇംഗ്ലണ്ടിൽ 1.5 മാസം താമസിച്ച് 1950 ജൂലൈ 8 ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. അപ്പോ 1955 ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതിയിൽ മലയാളത്തിന്റെ സഞ്ചാര സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ SK പൊറ്റക്കാട് എഴുതിയ വരികളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതി രചിച്ചിട്ടുള്ളത് ജ്ഞാനപീഠ ജേതാവായ SK പൊറ്റക്കാടാണ് 1955. അങ്ങനെ SK പൊറ്റക്കാടിന്റെ ഈ ഒരു ഇതിലൂടെ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണം വഴി ഇറ്റലി മുതൽ ഇംഗ്ലണ്ട് വരെയുള്ള ഒരു യാത്ര വിവരിച്ചതിലൂടെ നമുക്ക് യൂറോപ്പിനെ പറ്റിയുള്ള ഏകദേശം ഒരു അടിസ്ഥാന വിവരം നമുക്ക് ലഭിച്ചു, അല്ലെ? അപ്പൊ നോക്കാം, ഇതാണ് ലോക ഭൂപടത്തിൽ എവിടെയാണ് യൂറോപ്പ് വരുന്നത്? ഈ ഭാഗത്തായിട്ട് വരുന്നതാണ് യൂറോപ്പ്. നിങ്ങൾക്ക് കാണാം, നമ്മൾ വൻകരകളെ കുറിച്ച് പഠിച്ചതാണ്. അപ്പൊ നമുക്കറിയാം എവിടെയാണ് യൂറോപ്പ് എന്നുള്ളത്, അല്ലെ? കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുകയാണ് യൂറോപ്പിന്റെ അടിസ്ഥാന വിവരങ്ങൾ. ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാം, ഏകദേശം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് യൂറോപ്പിന്റെ വിസ്തീർണം എന്നത്. 1,03,55,000 ചതുരശ്ര കിലോമീറ്റർ ആണ് യൂറോപ്പിന്റെ വിസ്തീർണം. ഇത് ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 7%. യൂറോപ്പ് എന്ന് പറയുന്നത് ലോക വിസ്തൃതിയുടെ 7% മാത്രമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ യൂറോപ്പ് വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്? വലിപ്പത്തിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. വലിപ്പത്തിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിന്. മറ്റ് 6 വൻകരകളും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലായി നിലകൊള്ളുമ്പോൾ യൂറോപ്പ് നിലകൊള്ളുന്നത് എവിടെയാണ്? ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് യൂറോപ്പ് ഉള്ളത്. മറ്റ് 6 വൻകരകളും എങ്ങനെയാണ്? വേറെ വേറെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലായിട്ടാണ് നിലകൊള്ളുന്നത്. എന്നാൽ യൂറോപ്പ് മാത്രം ഏഷ്യയുമായി ചേർന്ന് ഏഷ്യയുടെ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശത്തെ യുറേഷ്യ എന്നാണ് വിളിക്കുന്നത്. യുറേഷ്യ ഇവിടെ കണ്ടില്ലേ, ഏഷ്യയും യൂറോപ്പും ചേർന്ന് ഈ ഒരു ഭാഗത്തെയാണ് യുറേഷ്യ എന്ന് വിളിക്കുന്നത്.
യൂറോപ്പിനെ ലോകത്തിന്റെ കേന്ദ്രമായാണ് ഗ്രീക്ക് റോമൻ പണ്ഡിതർ കണക്കാക്കിയിരുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്കുകാരും റോമാക്കാരും നിർമ്മിച്ച ലോക ഭൂപടത്തിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായി രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ യൂറോപ്പിനെ ലോകത്തിന്റെ തന്നെ കേന്ദ്രമായി പണ്ഡിതർ കണക്കാക്കിയിരുന്നു. ഗ്രീക്ക് റോമൻ ആയിട്ടുള്ള പണ്ഡിതർ കണക്കാക്കിയിരുന്നു. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗ്രീക്കുകാരും റോമാക്കാരും നിർമ്മിച്ച ഭൂപടത്തിൽ എന്തായിരുന്നു? യൂറോപ്പിനെ ഒരു ഭൂഖണ്ഡമായി തന്നെ അവർ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് യൂറോപ്പിനെ പുരാതന കാലം മുതൽക്കേ തന്നെ ഭൂഖണ്ഡമായി കണക്കാക്കി വരുന്നത്. അപ്പോൾ യൂറോപ്പിന്റെ അടിസ്ഥാന വിവരങ്ങളിലേക്ക് നമ്മൾ വന്നു. ഇനി എവിടെയാണ് യൂറോപ്പിന്റെ ലൊക്കേഷൻ എന്നത് നോക്കണം. യൂറോപ്പിന്റെ സ്ഥാനം എവിടെ വരുന്നു? അക്ഷാംശീയ രേഖാംശീയ അതിർത്തികൾ എവിടെയൊക്കെയാണ് വരുന്നത്? എങ്ങനെയാണ് യൂറോപ്പിന്റെ സ്ഥാനം എന്നറിയണം. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്തായി ആർട്ടിക് സമുദ്രമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രം, തെക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മാപ്പ് നോക്കിക്കേ, യൂറോപ്പിന്റെ അതിരുകളാണ് പറയുന്നത്. വടക്ക് ഭാഗത്ത് എന്താണ്? വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രമാണ്. ആർട്ടിക് സമുദ്രമാണ് വടക്ക് ഭാഗത്ത്, യൂറോപ്പിന്റെ വടക്ക് ഭാഗത്തായി വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം കാണാം. പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രമാണ് കാണാനായി സാധിക്കുന്നത്. തെക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതവിടെ മെഡിറ്ററേനിയൻ കടൽ. തെക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ്. കിഴക്ക് ഭാഗത്തായിട്ട് ഇവിടെ പറയുന്നത് പോലെ കരിങ്കടലും യുറാൽ പർവ്വതനിരയും കാസ്പിയൻ കടലുമാണ്. കിഴക്ക് ഭാഗത്തായിട്ട് കിഴക്ക് അതിർത്തിയായിട്ട് വരുന്നത് കരിങ്കടലും കാസ്പിയൻ കടലും, പിന്നീട് ഇവിടെ യുറാൽ പർവ്വതനിരകളുമാണ്. ഇവിടെ തന്നിട്ടുള്ളത് പോലെ യുറാൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലുമാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, റഷ്യ എന്നത് യൂറോപ്പിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ 25% മാത്രമാണ് പക്ഷെ നമ്മുടെ യൂറോപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. റഷ്യയുടെ 25% യൂറോപ്പിലാണ്. ബാക്കി ഭാഗം നമുക്കറിയാവുന്നതുപോലെ ഏഷ്യയിലാണ്. യുറാൽ പർവ്വതനിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. ഇവിടെയാണ് യുറാൽ പർവ്വതനിര ഏകദേശം വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ യുറാൽ പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്താണുള്ള റഷ്യയാണ് നമ്മുടെ യൂറോപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ഭാഗത്തിന് യൂറോപ്യൻ റഷ്യ എന്നാണ് പറയുന്നത്. യൂറോപ്യൻ റഷ്യ എന്ന് പറയുന്നു. റഷ്യൻ ജനതയുടെ 75% ഉൾക്കൊള്ളുന്നത് ഈ പറഞ്ഞ യൂറോപ്യൻ റഷ്യയിലാണ്. റഷ്യൻ ജനതയുടെ 75%. റഷ്യയുടെ ഭൂവിസ്തൃതിയിൽ 25% മാത്രമേ യൂറോപ്പിലുള്ളൂ എങ്കിൽ കൂടി റഷ്യൻ ജനതയുടെ 75% അധിവസിക്കുന്നത് യൂറോപ്യൻ റഷ്യയിലാണ്. റഷ്യയുടെ വലിയ പട്ടണങ്ങളായിട്ടുള്ള മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് സ്ഥിതി ചെയ്യുന്നതൊക്കെ യൂറോപ്യൻ റഷ്യയിലാണ്. മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ റഷ്യയിലാണ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഉക്രൈൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ എന്നിവയാണ് വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. യുക്രൈൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ. അപ്പൊ നമ്മൾ യൂറോപ്പിന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞു. ഇനി നമുക്ക് ഭൂമിശാസ്ത്രമായ സവിശേഷതകളിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഭൂപ്രകൃതിയെ കുറിച്ച് പഠിക്കാം. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിനുള്ളത്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഇവിടെ കാണുന്ന പോലെ ഉന്നത തടങ്ങൾ, മധ്യ ഉന്നത തടങ്ങൾ, സമതലങ്ങൾ, പർവ്വതനിരകൾ, മെഡിറ്ററേനിയൻ കടൽ, അത്തരത്തിലുള്ള ഏരിയയിൽ നമുക്ക് കാണാനായി സാധിക്കും. അപ്പൊ നോക്കുമ്പോൾ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിനുള്ളത്. യൂറോപ്പിന്റെ ഭൂപ്രകൃതി ഏതെല്ലാമാണ്? വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുണ്ട്. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ ഇവിടെ കാണാമോ? വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുണ്ട്. മധ്യ ഉന്നത തടങ്ങളുണ്ട്. മധ്യ ഉന്നത തടങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ കാണാം. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ കാണാനായി സാധിക്കുന്നുണ്ട്. ആൽപൈൻ പർവ്വതനിരകൾ കാണാം. ആൽപൈൻ പർവ്വതനിരകൾ കാണാം. ഇവയെല്ലാം തന്നെ യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ നമുക്ക് അവ ഓരോന്നും തന്നെ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ. ആദ്യം നമ്മൾ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളെ കുറിച്ച് പഠിക്കുന്നു. നോർത്ത് വെസ്റ്റേൺ ഹൈലൻഡ്സ്. യൂറോപ്പിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് ഈ പറഞ്ഞ വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
കുന്നുകളുണ്ട്, പീഠഭൂമിയും ഉണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. മഞ്ഞു മൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. നീണ്ടകാലത്തെ ഹിമാനീകരണത്തിന്റെയും അപക്ഷയത്തിന്റെയും ഫലമായി രൂപം കൊണ്ട ഉരുണ്ട തലപ്പോടുകൂടിയതും നേരിയ ചെരിവുള്ളതുമായ കുന്നുകൾ പലയിടങ്ങളിലും കാണപ്പെടാറുണ്ട്. സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോഡ്സ് എന്നാണ് ഇത് പറയുന്നത്. സ്പെല്ല് ചെയ്യുന്ന ഇതാണെങ്കിലും ഫിയോഡ്സ് എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതും മറ്റൊരു സവിശേഷതയായിട്ട് യൂറോപ്പിൽ പറയാറുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? യൂറോപ്പിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള കുന്നുകളെ കുറിച്ച് പറഞ്ഞു. ഉയർന്ന കുന്നുകളും അതുപോലെ സ്കാൻഡിനേവിയൻ പീഠഭൂമിയും ഉണ്ട് എന്ന് പറഞ്ഞു. സ്കാൻഡിനേവിയൻ എന്ന് പറഞ്ഞാൽ നോർവേ, ഇവിടെ പറഞ്ഞതുപോലെ നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഇവിടെ പറഞ്ഞതുപോലെ മഞ്ഞുമൂടിയ കുന്നുകളുണ്ട്. മഞ്ഞുമൂടിയ കുന്നുകൾ, ഹിമാനികൾ, വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളുണ്ട്, മനോഹരമായ വനങ്ങളും തടാകങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ എന്താണ്? അവ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങളൊക്കെ ഉണ്ടായി വന്നത് എന്ന് ചോദിച്ചാൽ നീണ്ട കാലത്തെ ഹിമാനീകരണവും അതുപോലെ അപക്ഷയവും കാരണമാണ് എന്നാണ് പറയുന്നത്. അപക്ഷയം, ഹിമാനീകരണം എന്നീ വാക്കുകളൊക്കെ പറയുമ്പോൾ എന്താണ് പ്രക്രിയ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പോൾ ഹിമാനീകരണവും നീണ്ട കാലത്തെ അപക്ഷയ പ്രവർത്തനങ്ങളും ഒക്കെ കാരണമാണ് ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി യൂറോപ്പിന് കൈവന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഭൂസവിശേഷതയാണ് സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോഡുകൾ എന്നത്. അപ്പൊ എന്താണ് ഫിയോയിഡ് എന്നതായി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു രൂപ താഴ്വരകൾ എന്ന് പറയുന്നത്. യു ഷേപ്ഡ് വാലീസ്. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്ര തീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിൽ പ്ലവകങ്ങൾ അല്ലെങ്കിൽ പ്ലാങ്ടൺസ് ധാരാളമായി വളരുന്നുണ്ട്. അവയെ ആഹരിക്കുന്നതിനായി ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യ സമ്പന്നമാണ്. അതിനാൽ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണ്. ഫിയോഡുകൾ എന്നാൽ പൊതുവെ എന്താണ്? അപരദന പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന ഗ്ലേഷ്യൽ എറോഷനിലൂടെ രൂപപ്പെടുന്ന യു ആകൃതിയിലുള്ള താഴ്വരകളാണ്. യു ഷേപ്ഡ് വാലീസ് ആണ് ഫിയോഡുകൾ എന്ന് പറയുന്നത്. ഇത് എവിടെ കാണപ്പെടുന്നു? ഉയർന്ന അക്ഷാംശത്തിൽ, ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ കാണപ്പെടുന്നതാണ്. ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ കാണപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള സമുദ്ര തീരങ്ങളിലാണ് ഫിയോഡ്സ് കാണപ്പെടുന്നത്. ഇത് എന്ത് തരം താഴ്വരകളാണ്? ഗ്ലേഷ്യൽ വാലീസ് ആണ്, ഹിമകൃത താഴ്വരകളാണ്. ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ എന്ന് പറയുന്നത്. ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ. ഇവിടെ പ്രധാനപ്പെട്ടത് മത്സ്യബന്ധനമാണ്, അല്ലെങ്കിൽ മത്സ്യസമ്പത്താണ് ഇവിടെ അധികമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണ് സ്കാൻഡിനേവിയൻ പ്രദേശങ്ങളെല്ലാം തന്നെ. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഹിമാനികളും അപക്ഷയവും അപ്പൊ നമുക്കത് ഇവിടെ അറിയാവുന്നതാണ്. അപ്പൊ നമുക്കത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാൻ വേണ്ടി ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഹിമാനീകരണം അതുപോലെ അപക്ഷയം എന്തൊക്കെയാണ്? ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. ചലിക്കുന്ന മഞ്ഞുപാളികളെ നമ്മൾ ഹിമാനികൾ എന്ന് പറയുന്നു. അവയുടെ ചലനത്തിന്റെ ഫലമായി വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രക്രിയയെ നമ്മൾ ഹിമാനീകരണം എന്ന് പറയുന്നു. ഹിമാനീകരണം ക്ലിയർ ആണോ? ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ. അവ എന്തു ചെയ്യുന്നു? അവയുടെ ചലനഫലമായി വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്ന പ്രക്രിയയെ ഹിമാനീകരണം എന്ന് പറയുന്നു. അടുത്തതാണ് അപക്ഷയം. അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് എന്ന് പറയുമ്പോൾ ഭൗമോപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാകുന്ന ഭൗതികമാകാം, രാസികമാകാം, ജൈവികമാകാം ഏത് വിധേനയുമുള്ള വിഘടനം അല്ലെങ്കിൽ ശിഥിലീകരണമാണ് അപക്ഷയം എന്ന് പറയുന്നത്. അപക്ഷയം ഭൗമോപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികമോ ആയ വിഘടനത്തെ അല്ലെങ്കിൽ ശിഥിലീകരണത്തെ നമ്മൾ അപക്ഷയം എന്ന പേരിലാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഫിയോഡുകൾ എന്ന് കണ്ടു, എന്താണ് ഹിമാനികൾ, എന്താണ് അപക്ഷയം.
എന്താണ് ഹിമാനീകരണം എന്നും നമ്മൾ കണ്ടു. അപ്പൊ ഇതാണ് ഒരു ഫിയോയിഡ് തീരം കേട്ടോ. യു ഷേപ്ഡ് വാലിയാണ്. നോർവേയിലെ ഒരു ഫിയോയിഡ് തീരത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഭൂസവിശേഷതകളിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്. വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്ക് ഭാഗത്തായി ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ, ഇവിടെ നമ്മൾ പറഞ്ഞ വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്ക് ഭാഗത്തായി ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു നമ്മൾ പറഞ്ഞു, അത് നമ്മൾ കണ്ടു. ഇവയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ദി ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നാണ്. ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ. കിഴക്ക് യൂറൽ പർവ്വതനിരകൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഈ സമതലം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇവിടെ മാപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കിഴക്ക് യൂറൽ പർവ്വതനിര മുതൽ, അതുപോലെ എവിടെയാണ് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം, ഇതല്ലേ അറ്റ്ലാന്റിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം വരെ നീണ്ടു കിടക്കുന്ന പ്രദേശമാണ് ഈ പറഞ്ഞ യൂറോപ്യൻ സമതലങ്ങൾ, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. സാമാന്യം നിരന്ന ഭൂപ്രകൃതിയുള്ള സമതലത്തിൽ അങ്ങിങ്ങായി ചെറു കുന്നുകളും കാണപ്പെടുന്നുണ്ട്. ഈ ഒരു സമതലമാണെങ്കിൽ കൂടി, സമതലം എന്താണെന്ന് നമുക്കറിയാം, സമതലമാണെങ്കിൽ കൂടി അത്തരത്തിൽ ചെറു കുന്നുകളും കാണപ്പെടുന്നുണ്ട്. അങ്ങിങ്ങായി ചെറു കുന്നുകളും കാണപ്പെടുന്നുണ്ട്. കൃഷിക്ക് ഏറെ അനുയോജ്യകരമായ ഉത്തര യൂറോപ്യൻ സമതലം രൂപപ്പെട്ടത് ഹിമാനികളുടെ നിക്ഷേപങ്ങളുടെയും യൂറോപ്പിലെ പ്രധാന നദികളായ വോൾഗ, ഡോൺ, നെയ്പർ എന്നിവയുടെ എക്കൽ നിക്ഷേപങ്ങളുടെയും ഫലമായിട്ടാണ്. ഈ സമതലം കൃഷിക്ക് ഏറെ അനുയോജ്യകരമായിട്ടുള്ള ഒരു സമതല പ്രദേശമാണ് ഉത്തര യൂറോപ്യൻ സമതലം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഹിമാനികളുടെ നിക്ഷേപം കൊണ്ടും അതുപോലെ നദികളുടെ എക്കൽ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ്. ഏതൊക്കെ നദികളുടെ? യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള വോൾഗ, ഡോൺ, നെയ്പർ എന്നിവയൊക്കെ കാരണമാണ് ഇത്തരത്തിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശം ഇവിടെ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഈ പറഞ്ഞ വോൾഗ നദിയാണ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി. യൂറോപ്പിലെ പ്രധാനപ്പെട്ട നദികളാണ് വോൾഗ, ഡോൺ, നെയ്പർ എന്നിവ. ഇതിൽ വോൾഗ നദിയാണ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി. ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായി കാണുന്ന പുൽമേടുകളാണ് സ്റ്റെപ്പീസ് എന്നത്. അപ്പൊ സ്റ്റെപ്പീസ് പുൽമേടുകൾ കാണപ്പെടുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? യൂറോപ്പിലാണ്. പ്രധാനമായും ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന പുൽമേടുകളെയാണ് സ്റ്റെപ്പീസ് എന്ന് പറയുന്നത്. സ്റ്റെപ്പീസ്, ഈ സമതലത്തിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് സ്റ്റെപ്പീസ് എന്നത്. അടുത്ത സവിശേഷതയാണ് സെൻട്രൽ അപ്ലാൻസ്, മധ്യ ഉന്നത തടങ്ങൾ എന്നത്. ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്തായി മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. നമ്മളിപ്പോ പറഞ്ഞതുപോലെ വടക്കു പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്ക് ഭാഗത്തായി ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ. ഉത്തര യൂറോപ്യൻ സമതലത്തിന് തെക്ക് ഭാഗത്തായിട്ടാണ് മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മധ്യ ഉന്നത തടങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു കണ്ടു. ചെറിയ കുന്നുകളും താഴ്വരകളും പീഠഭൂമികളും നിറഞ്ഞ ഈ ഒരു പ്രദേശം പടിഞ്ഞാറ് അയർലൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. പടിഞ്ഞാറ് അയർലൻഡാണ് വരുന്നത്, കിഴക്ക് റഷ്യ വരെയാണ് മധ്യ ഉന്നത തടങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടം, ഈ ഒരു പ്രദേശം മധ്യ ഉന്നത തടങ്ങൾ ജലസമ്പുഷ്ടമാണ്. എന്തുകൊണ്ടാണെന്നാൽ റെയിൻ, റോൺ എന്നീ നദികളാണ് ഇതിന് കാരണം. റെയിൻ, റോൺ എന്നീ നദികൾ ആണ് ഈ ഒരു പ്രദേശത്തെ ജലസമ്പുഷ്ടമായി നിലനിർത്തുന്നത്. റെയിൻ, റോൺ എന്നീ നദികളാണ് ഈ പ്രദേശത്തെ ജലസമ്പുഷ്ടമാക്കുന്നത്. ഈ മധ്യ ഉന്നത തടത്തിലെ തന്നെ വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത് റെയിൻ താഴ്വര, വോസ്ഗസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി എന്നിവയൊക്കെയാണ്. ഇതിൽ റെയിൻ താഴ്വര ഫ്രാൻസിലാണ്. റെയിൻ താഴ്വര ഫ്രാൻസിലാണ്. വോസ്കസ് പർവ്വതങ്ങളും ഫ്രാൻസിലാണ് കാണപ്പെടുന്നത്. ജൂറ പർവ്വതങ്ങൾ കാണപ്പെടുന്നതും ഫ്രാൻസ് ആണ്. സെൻട്രൽ മാസിഫ് പീഠഭൂമി നമുക്ക് ഫ്രാൻസിലായി കാണാനായി സാധിക്കും. അടുത്ത ഭൂരൂപമാണ് ഇവിടെ തന്നിട്ടുള്ള ആർഡനീസ് പർവ്വതങ്ങൾ. ആർഡനീസ് പർവ്വതങ്ങൾ ബെൽജിയത്തിലാണുള്ളത്, ബെൽജിയം. പിന്നീട് ഇവിടെ കാണാം ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ, ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടെയിൻസ്, അതുപോലെ ഹാർസ് മൗണ്ടെയിൻസ്, ഹാർസ് പർവ്വതങ്ങളും ജർമ്മനിയിലാണ് കാണുന്നത്, ജർമ്മനി. മസേറ്റ പീഠഭൂമി സ്പെയിനിലാണ്, മസേറ്റ സ്പെയിൻ.
ബൊഹീമിയൻ പീഠഭൂമി, ബൊഹീമിയൻ പ്ലാറ്റു കാണപ്പെടുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലാണ്. റെയിൻ താഴ്വര ഫ്രാൻസ് ആണ്. റെയിൻ താഴ്വര, വോസ്കസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി എന്നിവയെല്ലാം തന്നെ ഫ്രാൻസിലാണ്. ആർഡനീസ് പർവ്വതങ്ങൾ ഏത് രാജ്യത്താണ്? ബെൽജിയത്താണ്. ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ ജർമ്മനി, ഹാർസ് പർവ്വതങ്ങളും ജർമ്മനിയാണ്. മസേറ്റ പീഠഭൂമി സ്പെയിൻ, ബൊഹീമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിലാണ്. അപ്പൊ ഇത്തരത്തിലാണ് ഇവിടുത്തെ ഭൂസവിശേഷത അല്ലെങ്കിൽ ഭൂരൂപങ്ങൾ വരുന്നത്. ഇതാണ് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ പർവ്വതങ്ങളിൽ പറഞ്ഞപ്പോൾ നമ്മൾ ജൂറ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജൂറ പർവ്വതനിരയിൽ നിന്നാണ് യൂറോപ്പിലെ ജൂറ പർവ്വതനിരകളിൽ നിന്നാണ് യൂറോപ്പിലെ ജൂറ പർവ്വതനിരകളിൽ നിന്നുമാണ് ആ കാലഘട്ടത്തിലെ ജുറാസിക് കാലഘട്ടത്തിലെ ശിലകൾ കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ജുറാസിക് പാർക്ക് എന്നൊരു പേര് വന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചോദിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ചിത്രം കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായിരുന്ന ദിനോസറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ജുറാസിക് കാലഘട്ടം എന്ന് പറയുന്നത്. ജുറാസിക് കാലഘട്ടം ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായിരുന്ന ദിനോസറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് ജുറാസിക് കാലഘട്ടം. ഏകദേശം 143 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഈ ഒരു കാലഘട്ടത്തിന്റെ ശിലകൾ അവ കണ്ടെത്തിയത് നമ്മുടെ യൂറോപ്പിലെ ജൂറ പർവ്വതനിരകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിന് ജുറാസിക് എന്ന ഒരു പേര് ലഭിച്ചിട്ടുള്ളത്, ജുറാസിക്. അപ്പൊ ഏതാണ് പർവ്വതനിര? ജൂറ ആണ്. ജൂറ പർവ്വതനിരയാണ്. ഏത് കോണ്ടിനെന്റ് ആണ്? യൂറോപ്പാണ്. ഓക്കെ, അപ്പൊ അതാണ് ജുറാസിക് പാർക്കിലേക്കുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു സവിശേഷത എന്ന് പറയുന്നത് ആൽപൈൻ പർവ്വതനിരകളാണ്. ആൽപൈൻ മൗണ്ട് സിസ്റ്റം. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യ ഉന്നത തടത്തിന് തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതെല്ലാം നോട്ട് ചെയ്തതാണ്. വടക്കു പടിഞ്ഞാറൻ കുന്നുകൾ ഏറ്റവും മുകളിലായി, തൊട്ടു താഴെയായിട്ട് ഉത്തര യൂറോപ്യൻ സമതലം, അതിന് തൊട്ടു താഴെയായിട്ടാണ് മധ്യ ഉന്നത തടങ്ങൾ, അതിന് താഴെ മധ്യ ഉന്നത തടത്തിന് തെക്ക് ഭാഗത്തായിട്ടാണ് ആൽപൈൻ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മളത് കണ്ടു. ഓക്കെ, അപ്പൊ എവിടെയാണ് സ്ഥാനം വരുന്നത്? മധ്യ ഉന്നത തടത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോടുകൂടിയ മടക്ക് പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. എവിടെയാണ്? യൂറോപ്പിലാണ്. അതായത് ആൽപൈൻ പർവ്വതനിരകൾ എവിടെ, ഏത് കോണ്ടിനെന്റിൽ എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ കോണ്ടിനെന്റിലാണ്. അപ്പൊ മധ്യ ഉന്നത തടത്തിന് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോടുകൂടിയ മടക്ക് പർവ്വതങ്ങളെയാണ് ആൽപൈൻ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ, പടിഞ്ഞാറ് വരുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രം വരും. കിഴക്ക് ഭാഗത്ത് കാസ്പിയൻ കടലുമാണ് വരുന്നത്. അതും നമ്മൾ ഇവിടുത്തെ ഒരു മാപ്പിൽ കണ്ടിട്ടുണ്ട്. കാസ്പിയൻ കടൽ കണ്ടതായിട്ട് ഓർക്കുന്നില്ലേ? എവിടെയാണ് കാസ്പിയൻ കടൽ? ഈ ഭാഗത്താണ് വരുന്നത്. ഓക്കെ, പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ കടൽ വരെ നീണ്ടു കിടക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സമാന്തര നിരകളോടുകൂടിയ മടക്ക് പർവ്വതങ്ങൾ, ഫോൾ മൗണ്ടെയിൻസ് ആണ് ഈ പറഞ്ഞ ആൽപൈൻ പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ഈ പർവ്വതനിരകളിൽ, ആൽപൈൻ പർവ്വതനിരകളിൽ പ്രധാനപ്പെട്ടവയാണ് ആൽപ്സ്, കോക്കസസ്, കാർപാത്തിയൻ എന്നിവയൊക്കെ. ആൽപ്സ്, കോക്കസസ്, കാർപാത്തിയൻ എന്നിവയാണ് പ്രധാനപ്പെട്ട ആൽപൈൻ പർവ്വതനിരകൾ. കോക്കസസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ് ആണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത്. കോക്കസസ് പർവ്വതനിരയിലാണ് മൗണ്ട് എൽബ്രസ് ഉള്ളത്. ഇതാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ കൊടുമുടി. നമ്മളിവിടെ കോക്കസസ് കണ്ടിരുന്നു. ഇവിടെ കോക്കസസ് നിരകൾ ഇതാണ്. കോക്കസസ് പർവ്വതനിരയിലാണ് മൗണ്ട് എൽബ്രസ് ഉള്ളത്. ഇതാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ആൽപ്സ്, കോക്കസസ്, കാർപാർത്തിയൻ. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് എൽബ്രസ് ആണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കോക്കസസ് പർവ്വതനിരയിലാണ്. ഇതിൽ കാർപാർത്തിയൻ, ഇവിടെ ശ്രദ്ധിച്ചോ, കാർപാർത്തിയൻ പർവ്വതനിരകൾ, ഇതിലാണ് പ്രശസ്തമായ നോവലായിട്ടുള്ള ഡ്രാക്കുള എന്ന നോവലിലുള്ള ഡ്രാക്കുള കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു നോവൽ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഡ്രാക്കുള കോട്ട. ഇതാണ് ഡ്രാക്കുള കോട്ട. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്നേഹിത, കാർപാർത്തിയനിലേക്ക് സ്വാഗതം. ലണ്ടനിൽ നിന്നുള്ള യാത്ര
സുഖകരമായിരുന്നെന്ന് കരുതുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ ധൃതിയായി. ഇന്നും സുഖമായി ഉറങ്ങുക. നാളെ 3 മണിക്ക് ബുക്കോവിനോയ്ക്ക് പുറപ്പെടുന്ന വണ്ടിയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ നാട്ടിലെ താമസം നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കില്ലെന്ന വിശ്വാസത്തോടെ, നിങ്ങളുടെ സ്വന്തം ഡ്രാക്കുള. ഒരു നൂറ്റാണ്ടിൽ കൂടുതലായി ലോകമെമ്പാടുമുള്ള വായനക്കാരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഡ്രാക്കുള എന്ന നോവലിലെ ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. ലണ്ടൻ നഗരത്തിൽ കൊട്ടാരം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡ്രാക്കുള പ്രഭു എന്ന രക്തരക്ഷസിനെ തേടി നായകനായ ജൊനാഥൻ ഹാർക്കർ ഡ്രാക്കുള കോട്ടയിൽ എത്തുന്നതാണ് നോവലിന്റെ ഉള്ളടക്കം. ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കർ 1897 എഴുതിയ ഈ നോവലിന്റെ മിക്ക ഭാഗങ്ങളുടെയും പശ്ചാത്തലമായ ഡ്രാക്കുള കോട്ട കാർപാർത്യൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കാർപാർത്യൻ മലനിരകളിലാണ് ഡ്രാക്കുള കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഡ്രാക്കുള കോട്ട രചിച്ചതാരാണ്? ഐറിഷ് എഴുത്തുകാരനായിട്ടുള്ള ബ്രാം സ്റ്റോക്കർ ആണ്. ഏത് വർഷം? 1897 അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഡ്രാക്കുള കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാർപാർത്യൻ മലനിരകളിലാണ്. പിന്നീട് നമ്മൾ പറഞ്ഞതാണ് സമാന്തരമായ മടക്ക് പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വതങ്ങൾ. മടക്ക് പർവ്വതങ്ങൾ അഥവാ ഫോൾഡ് മൗണ്ടൻസ് എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് മടക്ക് പർവ്വതങ്ങൾ? ഭൂമിയുടെ പുറംപാളിയായിട്ടുള്ള ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന് പൊതുവെ ഖരാവസ്ഥയിലുള്ള മണ്ഡലമാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതല്ലേ. ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നുണ്ടോ പഠിക്കാനായിട്ട്? നമ്മൾ എപ്പോഴും ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ കുറേയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നും. അപ്പൊ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പം തോന്നും. വലിയ ബുദ്ധിമുട്ടോയോ ഇതും പഠിക്കണമല്ലോ ആ ഒരു രീതി തോന്നാതിരിക്കാൻ എന്നെന്നും പഠിപ്പിക്കുന്നത് അന്നു തന്നെ പഠിച്ചു തീർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ബോർഡം ഒന്നും ഫീൽ ചെയ്യാതെ തന്നെ നമുക്ക് ഇതെനിക്ക് അറിയാമല്ലോ, ഇത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു രീതിയിലൊരു ഫീലിംഗ് വരികയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ശിലാമണ്ഡലം? ഭൂമിയുടെ പുറംപാളിയായിട്ടുള്ള ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന് പൊതുവെ ഖരാവസ്ഥയിലുള്ള ഏതവസ്ഥയിലാണ് ഓരോ ഭാഗം, ഏതൊരു പാളിയും ഏതവസ്ഥയിലാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ആ ഒരു ഭാഗം ഖരാവസ്ഥയിലുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ശിലാമണ്ഡലം ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ക്രമരഹിതമായ അരികുകളോടുകൂടിയ കഷ്ണങ്ങളായിട്ടാണ് ശിലാമണ്ഡലം നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ശരാശരി 100 കിലോമീറ്റർ കനവുമുള്ള ഇവയെ ശിലാമണ്ഡല ഫലകങ്ങൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഫലകാതിരുകളിൽ ശിലാപാളി മടങ്ങി ഉയർന്ന് രൂപം കൊള്ളുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. ഹിമാലയം അതിന് വലിയൊരു ഉദാഹരണമാണ്. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഹിമാലയം യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹിമാലയം മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ ആദ്യം എന്താണ് ശിലാമണ്ഡലം എന്ന് മനസ്സിലാക്കണം. ഭൂമിയുടെ പുറംപാളിയായിട്ടുള്ള ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും കൂടി ചേരുന്ന ഭാഗമാണ്, ഖരാവസ്ഥയിലുള്ള ഈ ഒരു ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇതിന്റെ അരികുകളൊക്കെ ക്രമരഹിതമായിട്ടുള്ള രീതിയിലുള്ള വക്കുകളാണ്. അപ്പൊ ഇവ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള ക്രമരഹിതമായ അരികുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു ഫലകങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവ ഉയർന്നാണ്, ഈ ശിലാപാളികൾ ഉയർന്നാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ അതിന് ഉദാഹരണമാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം നമ്മൾ യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ പഠിച്ചത് വെച്ച് നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ ഏതൊക്കെയായിരുന്നു ഉൾപ്പെടുന്നത്? ഉയർന്ന കുന്നുകൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സ്കാൻഡിനേവിയൻ പീഠഭൂമി ഉൾപ്പെടുന്ന ഭാഗമാണെന്ന് പറഞ്ഞു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് എന്നിവയാണ്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു തീരങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താണ്? ഫിയോർഡ് തീരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ഏതാ? ഉത്തര യൂറോപ്യൻ സമതലങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ. സ്റ്റെപ്പീസ് പുൽമേടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തര യൂറോപ്യൻ സമതലങ്ങളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ,
അപ്പോൾ ഉത്തര യൂറോപ്യൻ സമതലങ്ങളിൽ കാണപ്പെടുന്നത് സ്റ്റെപ്പീസ് പുൽമേടുകളാണ്. അതുകൂടാതെ ഇവിടെ എന്താണ്, യൂറാല് മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെ നീണ്ടുകിടക്കുന്നതാണ് ഈ സമതലങ്ങൾ എന്ന് പറഞ്ഞു. കൃഷിക്കേറെ അനുയോജ്യമായിട്ടുള്ളതാണെന്നും പറഞ്ഞു. പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാ പറഞ്ഞത്? വോൾഗ, ഡോൺ, നെയ്പർ. വോൾഗ, ഡോൺ, നെയ്പർ. വോൾഗ, ഡോൺ, നെയ്പർ എന്നിവയാണ് നമ്മളവിടെ കണ്ട പ്രധാനപ്പെട്ട നദികൾ. പിന്നീട് നമ്മൾ പഠിച്ചത് മധ്യ ഉന്നത തടത്തെക്കുറിച്ചാണ്. അവിടെ ചെറിയ കുന്നുകളാണ്, താഴ്വരകളും പീഠഭൂമികളും ഒക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? റെയിനും അതുപോലെ റോണും. പ്രധാനപ്പെട്ട നദികൾ റെയിൻ, റോൺ എന്നിവയാണ്. അവരുടെ അതിർത്തി, മധ്യ ഉന്നത തടത്തിന്റെ അതിർത്തി നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? അയർലൻഡ് മുതൽ റഷ്യ വരെയാണ് എന്ന് പറഞ്ഞു. പിന്നീട് മടക്കു പർവ്വതങ്ങൾ ഏത് ഭൂപ്രകൃതി വിഭാഗത്തിന്റെ സവിശേഷതയാണ്? ആൽപൈൻ പർവ്വതനിരകളിലാണ്. ആൽപൈൻ പർവ്വതനിരകളിലാണ് കാണപ്പെടുന്നത് മടക്ക് പർവ്വതങ്ങൾ. എവിടെ മുതൽ എവിടം വരെയാണ്? കാസ്പിയൻ കടൽ മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെ സമാന്തരമായി നീണ്ടു കിടക്കുന്ന തരത്തിലുള്ള മടക്ക് പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വതങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനപ്പെട്ട പർവ്വത നിരകൾ ഏതൊക്കെയാ? ആൽപ്സ്, കോക്കസസ്, കാർപാർത്തീൻ. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് എൽബ്രസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊക്കെ നമുക്കൊന്ന് അപ്പൊ നമ്മൾ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്ത് പോലൊരു ഫീൽ കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ ഒപ്പം എത്താനായിട്ട് പറ്റിയില്ലേ? നമ്മൾ പറഞ്ഞപ്പോ ഒക്കെ ഏകദേശം ഇന്ന ഭാഗത്ത് നമ്മൾ ടിക്ക് ചെയ്തിരുന്നു, അടിവര ഇട്ടിരുന്നു എന്നുള്ള രീതിയിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ, അങ്ങനെ വരണം കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് യൂറോപ്പിന്റെ കാലാവസ്ഥയും നൈസർഗിക സസ്യജന്തുജാലങ്ങളെയും കുറിച്ചാണ്. കാലാവസ്ഥ, നൈസർഗിക സസ്യജന്തുജാലങ്ങൾ നോക്കാം. മിതമായ വേനൽക്കാലവും താരതമ്യേന കഠിനമായ ശൈത്യവുമാണ് യൂറോപ്പിന്റെ പൊതുവായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത്. യൂറോപ്പിൽ പൊതുവെ മിതമായിട്ടുള്ള വേനൽക്കാലവും എന്നാൽ താരതമ്യേന കഠിനമായിട്ടുള്ള ശൈത്യവുമാണ് അനുഭവപ്പെടുന്നത്. ഇതാണ് യൂറോപ്പിന്റെ പൊതുവായിട്ടുള്ള കാലാവസ്ഥ. എങ്കിൽ കൂടിയും പ്രാദേശികമായിട്ട് ചില കാലാവസ്ഥ വ്യത്യാസങ്ങൾ നമുക്ക് ഈ ഒരു യൂറോപ്യൻ ഭാഗത്ത് കാണാനായി സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു യൂറോപ്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ, അക്ഷാംശ സ്ഥാനം പറയാം, ഭൂപ്രകൃതി പറയാം, സമുദ്രത്തിന്റെ സാന്നിധ്യവും നമുക്ക് സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് പറയാവുന്നതാണ്. അക്ഷാംശ സ്ഥാനം പ്രധാനപ്പെട്ട ഒന്നാണ്. ഭൂപ്രകൃതി, ഓരോ ടോപ്പോഗ്രഫിക്ക് അനുസരിച്ചും അവിടുത്തെ കാലാവസ്ഥ മാറ്റം പെട്ടുകൊണ്ടിരിക്കും. സമുദ്രത്തിന്റെ സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനിക്കുന്ന ഘടകമാണ്. ഉയർന്ന അക്ഷാംശ സ്ഥാനം, പർവ്വതങ്ങളുടെ സ്വാധീനം എന്നിവ വടക്കും കിഴക്കും ഭാഗങ്ങളിൽ വരണ്ട ശൈത്യ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. ഉയർന്ന അക്ഷാംശ സ്ഥാനമാണ്, അതുപോലെ പർവ്വതങ്ങളുടെ സ്വാധീനവും ഉള്ളതുകൊണ്ട് വടക്കും കിഴക്കും ഭാഗങ്ങൾ വരണ്ട ശൈത്യ കാലാവസ്ഥയ്ക്കാണ് കാരണമാകുന്നത്. എന്നാൽ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? സമുദ്രത്തിന്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് ഉള്ളത്. തെക്ക് ഭാഗത്തും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തും മിതമായിട്ടുള്ള കാലാവസ്ഥയും വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വരണ്ട ശൈത്യ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഇതാണ് യൂറോപ്പിന്റെ ഒരു കാലാവസ്ഥയായിട്ട് വരുന്നത്. ഈ ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് അവിടെ മരുഭൂമിയെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്നാൽ യൂറോപ്പിൽ ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡമാണ് യൂറോപ്പ്. യൂറോപ്പിന്റെ ഭൂരിഭാഗം പ്രദേശത്തും വർഷണത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളായിട്ടുള്ള, അപ്പൊ എന്താണ് വർഷണം എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. വർഷണത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട്, മഞ്ഞും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്പിൽ മരുഭൂമി ഇല്ല, മരുഭൂമി എന്നൊരു പ്രതിഭാസമില്ല. അപ്പൊ യൂറോപ്പിന്റെ ഭൂരിഭാഗം പ്രദേശത്തും വർഷണത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളായിട്ടുള്ള മഴയും മഞ്ഞും ലഭിച്ചു വരുന്നുണ്ട്. അപ്പൊ എന്താണ് വർഷണം എന്ന് ചോദിച്ചാൽ, തുടർച്ചയായിട്ടുള്ള ഘനീകരണങ്ങളിലൂടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ദ്രവ്യ രൂപത്തിൽ പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം എന്ന് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള ഘനീകരണ പ്രക്രിയയിലൂടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും അവ ഭൂമിയിലേക്ക് ഖരരൂപത്തിലോ ദ്രവ്യരൂപത്തിലോ പതിക്കുന്ന പ്രക്രിയയെ വർഷണം എന്നാണ് പറയുന്നത്. ഇതാണ് വർഷണം. മഴ, മഞ്ഞുവീഴ്ച, ഹിമവൃഷ്ടി, ആലിപ്പഴം എന്നിവയൊക്കെയാണ്, ആലിപ്പഴ വീഴ്ച ഇവയൊക്കെയാണ് വർഷണത്തിന്റെ വിവിധ രൂപങ്ങളായിട്ട് പറയുന്നത്. വർഷണത്തിന് ഉദാഹരണങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ഹിമവൃഷ്ടി, ആലിപ്പഴം. ഇതെല്ലാം തന്നെ വർഷണത്തിന് ഉദാഹരണമാണ്.
മരുഭൂമികൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഉഷ്ണ മരുഭൂമിയും ഉണ്ട്, അതുപോലെ ശീത മരുഭൂമിയും ഉണ്ട്. അപ്പൊ മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ 25 സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന ഏതൊരു പ്രദേശത്തെയും മരുഭൂമിയായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പൊ ഉഷ്ണ മരുഭൂമിയും ശീത മരുഭൂമിയും എന്താണ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞ ഈ ഒരു പോയിന്റ് ആണ്. എന്താണ്? മരുഭൂമി എന്ന് കേട്ടാൽ നമ്മൾ മണൽ പ്രദേശമാണെന്ന് മാത്രം കരുതരുത്. ശീത മരുഭൂമി എന്നൊന്നുകൂടിയുണ്ട്. നമ്മളിത് നേരത്തെ കണ്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ 25 സെന്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കാത്ത ഏതൊരു പ്രദേശത്തെയും മരുഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്കയും ഒരു മരുഭൂമിയാണ്. ഈ ഒരു അന്റാർട്ടിക്ക ഭാഗത്തെ നമ്മൾ ശീത മരുഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ 2 തരത്തിലാണ്, ഉഷ്ണ മരുഭൂമിയും ശീത മരുഭൂമിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി കാലാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിച്ചു വന്നത്. അത്തരത്തിൽ കാലാവസ്ഥ കണക്കാക്കുമ്പോൾ യൂറോപ്പിനെ നമ്മൾ എന്താണ് പലതരത്തിലുള്ള കാലാവസ്ഥ മേഖലകളായി തരംതിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഓരോ പ്രദേശ മേഖലകളായി തരംതിരിക്കുമ്പോൾ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഓരോ കാലാവസ്ഥാ മേഖലയ്ക്കും അനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യജന്തുജാലങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും 5 കാലാവസ്ഥാ മേഖലകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ആർട്ടിക് കാലാവസ്ഥ, രണ്ടാമത് ഉപ ആർട്ടിക് കാലാവസ്ഥ, മൂന്നാമത് മെഡിറ്ററേനിയൻ കാലാവസ്ഥ, 4 കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ, 5 പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. ഇവിടെ മാപ്പ് നോക്കിയാൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ, മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത്. പച്ച അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ആർട്ടിക് കാലാവസ്ഥ എന്ന് പറയുന്നത്. ആർട്ടിക് കാലാവസ്ഥ. നീലഭാഗം ഇവിടെ ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്. ഏകദേശം റെഡിഷ് ആയി കൊടുത്തിട്ടുള്ളത് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയാണ്. അതുപോലെ ഇവിടെ സ്കൈ ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് ഉപ ആർട്ടിക് കാലാവസ്ഥയുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 5 തരത്തിലാണ് യൂറോപ്പിന്റെ കാലാവസ്ഥാ മേഖലകളെ പൊതുവെ തിരിച്ചിട്ടുള്ളത്. ഇവ ഓരോന്നും ഇവയുടെ വിശദാംശങ്ങളുമാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഓരോ കാലാവസ്ഥയും ഏതൊക്കെയാണ് അവയുടെ വിശദാംശങ്ങളും നോക്കാം. ആർട്ടിക് കാലാവസ്ഥയാണ് ഒന്നാമത്തേത്. അതിന് മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, ടണ്ട്ര കാലാവസ്ഥ എന്നാണ്. ആർട്ടിക് അഥവാ ടണ്ട്ര ക്ലൈമറ്റ്. യൂറോപ്പിന്റെ ആർട്ടിക് പ്രദേശങ്ങളിൽ ടണ്ട്ര കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അതായത് തണുപ്പുള്ള ഹ്രസ്വമായ വേനൽക്കാലവും വളരെ ദൈർഘ്യമുള്ള കഠിനമായ ശൈത്യകാലവുമാണ് ആർട്ടിക് കാലാവസ്ഥയുടെ പ്രത്യേകത. ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ വേനൽക്കാലത്ത് 10 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയരുന്നത്. 10 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരുന്നത്. ശൈത്യകാലത്താകുമ്പോൾ ശൈത്യ താപനില എന്ന് പറയുന്നത് -25 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നുണ്ട്. ഇതാണ് അവിടുത്തെ കാലാവസ്ഥയുടെ ഒരു അളവ് എന്ന് പറയുന്നത്. ശൈത്യകാലത്ത് 5 മുതൽ 6 മാസം വരെ സൂര്യപ്രകാശം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു മേഖലയിലുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ധാരാളമായി കാണാറുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ ഒരു വ്യക്തി ഈ അന്തരീക്ഷത്തിലേക്ക് ശക്തമായിട്ട് ജലം എറിയുകയാണ്. ഇത് ജലമാണ് എറിയുന്നത്. ആ ജലം എറിയുന്ന സമയത്ത് അല്പനേരം കൊണ്ട് തന്നെ ആ ജലം മഞ്ഞായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ശൈത്യം എത്രത്തോളം കാഠിന്യമേറിയതാണ് എന്നുള്ളത്. അത്രയും തണുപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത് പോലെ അത്രയധികം തണുപ്പാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല 5 മുതൽ 6 മാസം വരെ സൂര്യപ്രകാശം ഇല്ലാത്ത ഒരു കാലാവസ്ഥയുമാണ് ഈ ഒരു മേഖലയിലുള്ളത്. ഇനി ഇവിടുത്തെ ഒരു സസ്യജാലങ്ങളിലേക്ക് നോക്കുമ്പോൾ സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യം വളരെയേറെ പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം. നമ്മളിവിടെ പറഞ്ഞതുപോലെ 5-6 മാസം വരെ ഇവിടെ സൂര്യപ്രകാശം ഉണ്ടാവുന്നില്ല. നീണ്ട രാത്രികളും കഠിനമായ ശൈത്യവും മഞ്ഞു രൂപത്തിലുള്ള വർഷണവും സസ്യങ്ങളുടെ വളർച്ചയെ പ്രതികൂലമായാണ് ബാധിക്കുന്നത്. ഇത് കാരണം എന്താണ്? ശൈത്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുറ്റിച്ചെടികളും പായലുകളും പൂപ്പലുകളും മാത്രമാണ് ഈ ഒരു കാലാവസ്ഥയിൽ ആ പ്രദേശത്ത് വളരുന്നത്. സാധാരണയായി നമ്മുടെ നാട്ടിലൊന്നും കണ്ടുവരുന്ന തരത്തിലുള്ള സസ്യങ്ങൾ അവിടെ ഇല്ല. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ അത്രയും കഠിനമായിട്ടുള്ള ശൈത്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുറ്റിച്ചെടികൾ, ഷ്രബ്സും പായലുകൾ, ലൈക്കൻസും പൂപ്പലുകൾ, മോസസും മാത്രമാണ് ആ ഒരു കാലാവസ്ഥയിൽ വളരുന്നത്.
അപ്പൊ ഇവിടുന്ന് നമുക്ക് മനസ്സിലായി വളരെ കുറഞ്ഞ സസ്യജാലങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ഇത്തരത്തിൽ സസ്യജാലങ്ങളുടെ കുറവ് ഈ ഒരു പ്രദേശത്തെ ജന്തുജാലങ്ങളുടെ എണ്ണത്തിനെയും ബാധിക്കുന്നുണ്ട്. തണുപ്പിനെ അതിജീവിക്കുന്നതിന് കഴിവുള്ള കട്ടിയുള്ള രോമങ്ങളുള്ള ചെന്നായ, റെയിൻഡിയർ, ധ്രുവക്കരടി, ആർട്ടിക് കാട്ടുമുയൽ പോലെയുള്ള വളരെ കുറച്ച് മൃഗങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ കുറച്ച് സസ്യജാലങ്ങൾ മാത്രമേ ഉള്ളൂ. അവ തന്നെ ശൈത്യത്തെ പ്രതിരോധിക്കാൻ, അതികഠിനമായിട്ടുള്ള ശൈത്യമാണെന്ന് നമ്മൾ കണ്ടു. ശൈത്യത്തെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള സസ്യജാലങ്ങൾ മാത്രമേ ഈ ഒരു പ്രദേശത്തുള്ളൂ. അത്തരത്തിലുള്ള ഈ ഒരു കാലാവസ്ഥയെ, ടണ്ട്ര കാലാവസ്ഥയിൽ സസ്യജാലങ്ങളുടെ കുറവ് എന്തിനെ കൂടെ ബാധിക്കുന്നുണ്ട്? അവിടുത്തെ ജന്തുജാലങ്ങളുടെ എണ്ണത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഈ പറഞ്ഞ കഠിനമായിട്ടുള്ള ശൈത്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ കട്ടിയുള്ള രോമങ്ങളുള്ള ചെന്നായകൾ, റെയിൻഡിയർ അതുപോലെ ധ്രുവക്കരടികൾ മാത്രമാണ്, ഈ ഒരു ആർട്ടിക് കാട്ടുമുയൽ പോലെയുള്ള മൃഗങ്ങൾ മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു ടൈപ്പ് മേഖലയാണ് ഉപ ആർട്ടിക് മേഖല അല്ലെങ്കിൽ ടൈഗേ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ടൈഗേ ക്ലൈമറ്റ് കാലാവസ്ഥ അല്ലെങ്കിൽ ഉപ ആർട്ടിക് കാലാവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞ ടൻഡ്രൈ പ്രദേശങ്ങളോട് ചേർന്ന് തെക്ക് ഉപ ആർട്ടിക് പ്രദേശങ്ങളിൽ ടൈഗേ കാലാവസ്ഥയാണ് രൂപപ്പെടുന്നത്. ടൻഡ്രൈ പ്രദേശങ്ങളോട് ചേർന്ന് തെക്ക് ഭാഗത്തായിട്ട് ഉപ ആർട്ടിക് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ടൈഗേ കാലാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഹ്രസ്വമായിട്ടുള്ള വേനൽക്കാലമാണ്. ഇളം ചൂടുള്ളതാണെങ്കിൽ കൂടി ശൈത്യം ആർട്ടിക് കാലാവസ്ഥയിലേതുപോലെ തന്നെ കഠിനമാണ്. ഇവിടെ ആർട്ടിക് കാലാവസ്ഥയേക്കാൾ ഒരല്പം കൂടി ഇളം ചൂടുള്ള ഒരു വേനൽക്കാലം ലഭിക്കുമെങ്കിൽ കൂടി ശൈത്യം ആർട്ടിക് കാലാവസ്ഥയിലേതുപോലെ തന്നെയാണ്. വർഷത്തിൽ 5 മുതൽ 7 മാസം വരെ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും. 5 മാസം മുതൽ ഏകദേശം 7 മാസം വരെ 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും അവിടുത്തെ ശൈത്യം. നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ടൈഗേ കാലാവസ്ഥയിൽ വർഷണം പൊതുവെ മഞ്ഞു രൂപത്തിലായിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ടൈഗേ കാലാവസ്ഥയിലുള്ള വർഷണം പൊതുവെ മഞ്ഞു രൂപത്തിലാണ്. ഇനി സ്തൂപിക വൃക്ഷങ്ങൾ, ഇവിടുത്തെ സസ്യജാലങ്ങളുടെ സവിശേഷത അതുപോലെ ജന്തുജാലങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ, കോണിഫറസ് ട്രീസ്, ഇവിടെ പിക്ചറിൽ കണ്ടോ, കോണിഫറസ് ആയിട്ടുള്ള ട്രീസ് ആണ് കൊടുത്തിട്ടുള്ളത്. കോണിഫറസ് ട്രീസ് ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സ്തൂപികാഗ്രങ്ങളായിട്ടുള്ള വൃക്ഷങ്ങളാണുള്ളത്. ഇത്തരത്തിലുള്ള വൃക്ഷങ്ങൾ നിറഞ്ഞ നിത്യഹരിത വനങ്ങളാണ് ടൈഗേ കാലാവസ്ഥയിലെ പ്രധാനപ്പെട്ട സസ്യസമ്പത്ത് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഈ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ? പൈൻ, ദേവദാരു എന്നിവയൊക്കെയാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സസ്യജന്തുജാലങ്ങളിൽ കാണപ്പെടുന്നത്. ഇനി മൃഗങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ശൈത്യത്തെ അതിജീവിക്കാൻ തക്ക വിധത്തിൽ രോമങ്ങൾ നിറഞ്ഞ കാട്ടുപൂച്ച, എർമൈൻ, ഇതാണ് കേട്ടോ എർമൈൻ, വെള്ളിക്കുറുക്കനെയും പിക്ചറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. വെള്ളിക്കുറുക്കൻ, സിൽവർ ഫോക്സ് പോലുള്ളവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മൃഗങ്ങൾ എന്ന് പറയുന്നത്. ഉപ ആർട്ടിക് കാലാവസ്ഥയിലെ പ്രധാനപ്പെട്ട മരങ്ങളാണ് സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള കാട്ടുപൂച്ച, രോമങ്ങൾ നിറഞ്ഞ കാട്ടുപൂച്ച, എർമൈൻ, വെള്ളിക്കുറുക്കൻ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട മൃഗങ്ങൾ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ആക്ടിവിറ്റി ഒന്ന് പൂർത്തിയാക്കാൻ ശ്രമിച്ചു നോക്കാം. ഉപ ആർട്ടിക് കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉപ ആർട്ടിക് കാലാവസ്ഥ വരുന്നത്? ഇവിടെ തന്നിട്ടുണ്ട്. നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, റഷ്യ എന്നീ രാജ്യങ്ങളിലാണ് വരുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ വരുന്നുണ്ട്, പൈൻ, ദേവദാരു എന്നിവയൊക്കെയാണ്. ജന്തുജാലങ്ങളിലേക്ക് വരുമ്പോൾ കാട്ടുപൂച്ച, എർമൈൻ, വെള്ളിക്കുറുക്കൻ എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജന്തുജാലങ്ങൾ. അടുത്ത മേഖലയാണ് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ. ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് ആണ്. യൂറോപ്പിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ കഠിനമായ വേനലും അതിശൈത്യവും അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. യൂറോപ്പിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള വേനലും അതിശൈത്യവും അനുഭവപ്പെടുന്ന മേഖലയാണ്. ഈ കാലാവസ്ഥയെ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ യൂറോപ്യൻ കാലാവസ്ഥയാണ് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ. ശൈത്യകാല താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. വേനലിനാണെങ്കിൽ നേർത്ത മഴയും ലഭിക്കാറുണ്ട്. വേനലിൽ നേർത്ത മഴ ലഭിക്കുന്ന ഭാഗമാണ് ഈ പറഞ്ഞ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ എന്നത്. ശൈത്യകാലമാണെങ്കിൽ താപനില മിക്കപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും.
വിരളമായിട്ടുള്ള മഴയും കടുത്ത ചൂടും കാരണം ഈ ഒരു കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്താണ് വൻമരങ്ങൾ വളരാറില്ല. എന്നാൽ നമ്മൾ നേരത്തെ ഒരു പുൽമേട് പഠിച്ചിരുന്നു, സ്റ്റെപ്പീസ് പുൽമേട്, ഓർക്കുന്നുണ്ടോ? ഈ ഒരു പുൽമേടിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്, കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയാണ്. സ്റ്റെപ്പീസ് പുൽമേടിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയാണ്. ഇവിടെ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു മൃഗമാണ് കൃഷ്ണമൃഗം എന്നത്. ഇത് കൂടാതെ ചെന്നായ, കുതിര എന്നിവയൊക്കെ ഈ പ്രദേശത്ത് കാണാറുണ്ട്. കൃഷ്ണമൃഗം, ചെന്നായ, കുതിര എന്നിവയാണ് പ്രധാനമായും കാണപ്പെടുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത മേഖലയാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ എന്ന കാലാവസ്ഥാ മേഖല. ഇവിടെ കഠിനമായ ശൈത്യവും മിതമായിട്ടുള്ള ചൂടും വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയുമാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത്. കഠിനമായിട്ടുള്ള ശൈത്യമുണ്ട്, മിതമായിട്ടുള്ള ചൂടും അനുഭവപ്പെടുന്നുണ്ട്, അതുപോലെ വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വടക്കു പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടൻ, നെതർലാൻഡ്സ്, ബെൽജിയം, തെക്കൻ നോർവേ, ഡെൻമാർക്ക്, പടിഞ്ഞാറൻ ഫ്രാൻസ്, വടക്കൻ സ്പെയിൻ എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ പറഞ്ഞ പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. എവിടെയൊക്കെയാണ്? ബ്രിട്ടൻ, നെതർലാൻഡ്സ്, ബെൽജിയം, തെക്കൻ നോർവേ, ഡെൻമാർക്ക്, പടിഞ്ഞാറൻ ഫ്രാൻസ്, വടക്കൻ സ്പെയിൻ എന്നിവിടങ്ങളിലൊക്കെ പൊതുവെ അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു കാലാവസ്ഥ ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സാന്നിധ്യമാണ്. ഈ ഒരു പ്രദേശത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ സാമീപ്യമാണ്. ഏത് സമുദ്രം? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സാന്നിധ്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു സസ്യജാലം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഫ്ലോറ നോക്കുകയാണെങ്കിൽ സസ്യ വളർച്ചയ്ക്ക് അനുയോജ്യകരമായിട്ടുള്ള കാലാവസ്ഥയാണ് ഈ പറഞ്ഞ പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ എന്നത്. മുകളിൽ നമ്മൾ ചർച്ച ചെയ്ത 3 തരത്തിലുള്ള മേഖലകളെക്കാളും ഇവിടെ ഈ ഒരു പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയിൽ സസ്യ വളർച്ച പോസിറ്റീവാണ്. അപ്പോ ബലമുള്ള തടിയും വിസ്താരമേറിയ ഇലകളുമുള്ള ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ബലമുള്ള തടിയാണ്, വിസ്താരമേറിയ ഇലകളാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു സസ്യത്തിന്റെ പ്രത്യേകത നമ്മൾ എന്താണ് പറഞ്ഞത്? ക്യൂണിഫറസ് ആയിട്ടുള്ളതാണ്. അവ സ്തൂപികാഗ്ര വൃക്ഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ വിസ്താരമേറിയ ഇലകളുമൊക്കെ കാണപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ഇല പൊഴിയും മരങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയിൽ കണ്ടുവരുന്നത്. ബീച്ച്, എൽമ്, ഓക്ക്, ബിർച്ച്, ആഷ് തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്ന പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണം, സസ്യജാലങ്ങൾക്ക് ഉദാഹരണം. ബീച്ച്, എൽം, ഓക്ക്, ബിർച്ച്, ആഷ് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ടത്. മൃഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ അണ്ണാൻ, കുറുക്കൻ, മുയൽ, മാൻ, ചെന്നായ തുടങ്ങിയവയൊക്കെ ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഓക്ക് മരം, ആശ്മരം, എൽമ് തുടങ്ങിയവയ്ക്ക് ഉദാഹരണമായിട്ട് ഈ ഒരു നിറവ്യത്യാസത്തിൽ കാണപ്പെടുന്നതാണ് ബീച്ച് എന്ന വൃക്ഷം. ഓക്കെ, അടുത്ത കാലാവസ്ഥയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ, മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായിട്ടുള്ള പ്രദേശത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ മാപ്പിൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥ കാണാം. ഈ ഒരു മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുഭാഗത്തും വരുന്ന പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന തരം കാലാവസ്ഥയെയാണ് നമ്മൾ മെഡിറ്ററേനിയൻ എന്ന പേരിൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാണ് വരുന്നത്? ഈ ഒരു മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന മേഖലകളാണ് പോർച്ചുഗൽ, സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, ബോസ്നിയ, ഹർസഗോവിന, ക്രൊയേഷ്യ, തെക്കൻ ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. ഇവിടെയൊക്കെയാണ് പ്രധാനമായും മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. എന്താണ് ഈ ഒരു കാലാവസ്ഥയുടെ സവിശേഷത എന്ന് ചോദിച്ചാൽ, ഇവിടെ ചൂടുകൂടിയ വരണ്ട വേനൽക്കാലവും തണുത്ത മഴയോടുകൂടിയ ശൈത്യകാലവുമാണ് ഈ ഒരു മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ അനുഭവപ്പെടുന്നത്. ചൂടുകൂടിയ വരണ്ട വേനൽക്കാലവും തണുത്ത് മഴയോടുകൂടിയ ശൈത്യകാലവും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ മേഖലയാണ് മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ഇവിടെ വളരുന്ന സസ്യജാലങ്ങൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ നന്നായിട്ട് വളരുന്ന ഒരു കാലാവസ്ഥാ രീതിയാണ് മെഡിറ്ററേനിയൻ്റെത്. റോസ്മേരി, ലാവെൻഡർ, ഒലീവ്, പൈൻ, ഓറഞ്ച്, മുന്തിരി, അത്തി തുടങ്ങിയവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യങ്ങൾ എന്ന് പറയുന്നത്. ലാവെൻഡർ, ഒലീവ്,
അത്തി അഥവാ ഫിഗ് എല്ലാമാണ് ഇവിടെ വളരുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങൾ. ഇനി മൃഗങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐബീരിയൻ കാട്ടുപൂച്ച, ബാർബറി മക്കാക്ക്, മൗഫ്ലോൺ ആട്, സ്പാനിഷ് ഇമ്പീരിയൽ പരുന്ത്, ഗൗളിക്കിളി എന്നീ അപൂർവ ജന്തുക്കളാണ് മെഡിറ്ററേനിയൻ പ്രദേശത്ത് കാണപ്പെടുന്നത്. ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളതുപോലെ സ്പാനിഷ് ഇമ്പീരിയൽ പരുന്ത്, ഐബീരിയൻ കാട്ടുപൂച്ച, ബാർബറി മക്കാക്ക്, മഫ്ലോൺ ആട് എന്നിവയൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജന്തുജാലങ്ങൾ. മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന മറ്റൊരു സസ്യം നമ്മൾ പറഞ്ഞത് മുന്തിരിയാണ്. അത്തരത്തിലുള്ള മുന്തിരി കൃഷി ശാസ്ത്രീയമായി നടത്തുന്ന രീതിയാണ് നമ്മൾ വിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ മുന്തിരി കൃഷി ഏറെ പ്രസിദ്ധമാണ്. ഇത്തരത്തിൽ ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന മുന്തിരി കൃഷിയെയാണ് വിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. ഇതോടൊപ്പം വീഞ്ഞ് നിർമ്മാണവും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനമാണ് എന്ന് പറയുന്നുണ്ട്. മെഡിറ്ററേനിയൻ മേഖലയിലാണ് മുന്തിരി ഉള്ളത്. മുന്തിരിയെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയെ നമ്മൾ വിറ്റി കൾച്ചർ എന്നാണ് പറയുന്നത്. വിറ്റി കൾച്ചർ ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിറ്റി കൾച്ചർ ഇത്തരത്തിലുള്ള പേരുകൾ തന്നിട്ട് അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പൊതുവെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. മുന്തിരി ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ വിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തൊട്ടു മുന്നേ ആയിട്ട് ഇപ്പൊ പഠിച്ച കാലാവസ്ഥകളും അവയുടെ സവിശേഷതകളുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് തനിയെ പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിൽ നോട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. നമ്മളിവിടെ പറഞ്ഞ കാലാവസ്ഥകള് ആർട്ടിക് കാലാവസ്ഥ, ഉപ ആർട്ടിക് കാലാവസ്ഥ, കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ, പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്നിവയാണ്. ഇവയുടെ സവിശേഷതകളാണ് നമ്മൾ വിശദമായിട്ട് ഇപ്പോൾ മുകളിൽ പഠിച്ചത്. ഇത്തരത്തിൽ നോട്ട് പൂർത്തിയാക്കുക, അത് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നോക്കാം. കാലാവസ്ഥയ്ക്കനുസരിച്ച് സസ്യജന്തുജാലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള സസ്യങ്ങളാണ് ആ ഒരു പ്രദേശത്തുള്ളത്. അതുപോലെ മൃഗങ്ങളിലും അത്തരത്തിലുള്ള സവിശേഷതകൾ കാണുന്നുണ്ട്. അതിശൈത്യമുള്ള മേഖലകളിൽ എങ്ങനെയാണ് കട്ടിയുള്ള രോമമുള്ള മൃഗങ്ങൾ കാണപ്പെടുന്നുണ്ട്, അവിടെ വൻമരങ്ങൾ കാണപ്പെടുന്നില്ല. അത്തരത്തിൽ മാറ്റങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ അവിടുത്തെ മനുഷ്യ ജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അത്തരത്തിൽ യൂറോപ്പിലെ മനുഷ്യ ജീവിതത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. സമൂഹവും ജനങ്ങളും. ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും കുടിയേറിയത് എന്നാണ് വിശ്വാസം. അങ്ങനെ കുടിയേറിയ മനുഷ്യർ 40,000 മുതൽ 50,000 വരെ വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ ഇങ്ങനെ കുടിയേറി ചെന്ന് എത്തിച്ചേർന്ന മനുഷ്യവംശമാണ് പിന്നീട് വിവിധ തരം ഭാഷകൾ സംസാരിക്കുകയും വിവിധ സംസ്കാരങ്ങൾ പിന്തുടരുകയും ചെയ്തത്. പുറം നാടുകളിലേക്കുള്ള കപ്പൽ യാത്രകളും പര്യവേഷണങ്ങളും യൂറോപ്പിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, ഭാഷാ വികാസങ്ങൾക്ക് വഴിതെളിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർത്തത്. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് കുടിയേറി പാർത്ത ഈ ഒരു സമൂഹം, ഈ ഒരു മനുഷ്യ വിഭാഗം യൂറോപ്പിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് വിവിധതരം ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ പിന്തുടരുകയാണ് ചെയ്തത്. പിന്നീട് മറ്റു നാടുകളുമായിട്ടുള്ള സമ്പർക്കം മൂലമാണ് ഇത്തരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായും ഒക്കെ ഭാഷാ വികാസങ്ങളും ഒക്കെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. ജനസംഖ്യയിലേക്ക് കടക്കുമ്പോൾ വലിപ്പത്തിൽ 6ാം സ്ഥാനത്താണ് യൂറോപ്പിന്റെ ഒരു സ്ഥാനം വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഏഷ്യക്കും ആഫ്രിക്കയ്ക്കും തൊട്ടു പിന്നിലായിട്ട് 3ാം സ്ഥാനത്താണ് ജനസംഖ്യയിൽ യൂറോപ്പ് ഉള്ളത്. വലിപ്പത്തിൽ 6ാം സ്ഥാനത്താണെങ്കിലും ജനസംഖ്യയിൽ 3ാം സ്ഥാനത്താണ് യൂറോപ്പ് ഉള്ളത്. റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം വരുന്നത്. റഷ്യയാണ് ഇവയിൽ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ജനസംഖ്യയിൽ റഷ്യക്ക് ശേഷം വരുന്നത്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഏഷ്യയാണ് 1ാമത് വരുന്നത്, 2ാമത് ആഫ്രിക്കയാണ്, 3ാമത് വരുന്ന കോണ്ടിനെന്റ് ആണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ റഷ്യയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യം. ജനസംഖ്യയുടെ കാര്യത്തിൽ റഷ്യയാണ് മുന്നിൽ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യം. തുടർന്ന് വരുന്നതാണ് ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇറ്റലി എന്നിവയൊക്കെ. എന്താണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്? ഇതാണ് യുണൈറ്റഡ് കിങ്ഡം. ഇവിടെ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്
എന്നീ രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നുണ്ട്. ഗ്രേറ്റ് ബ്രിട്ടൻ. ഇതിൽ ഗ്രേറ്റ് ബ്രിട്ടന്റെ കൂടെ വടക്കൻ അയർലൻഡ് കൂടെ കൂടിച്ചേരുന്ന സമയത്താണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവ ചേരുമ്പോൾ അത് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. ഈ ഗ്രേറ്റ് ബ്രിട്ടനോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ വടക്കൻ അയർലൻഡ് കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഇതിനെ നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. ഇതാണ് യുണൈറ്റഡ് കിങ്ഡം. അപ്പൊ യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നിവയൊക്കെ റഷ്യക്ക് ശേഷം ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ്. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്പിന്റെ എല്ലാ ഭാഗത്തും ജനസംഖ്യ ഒരുപോലെ അല്ല വരുന്നത്. ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ കാണുന്നത്. ഈ ഒരു യൂറോപ്പിന്റെ പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ജനസംഖ്യ കണ്ടുവരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച സ്കാൻഡിനേവിയൻ പ്രദേശങ്ങളിലെ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ ഭൂപ്രകൃതി കാരണം, ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കാരണം സ്കാൻഡിനേവിയൻ ഭൂപ്രദേശത്തുള്ള നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജനസംഖ്യയും സാന്ദ്രതയും ഒക്കെ വളരെ കുറവാണ്. ഈ രാജ്യങ്ങളിലൊക്കെ തെക്ക് കടലിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലാണ് ഭൂരിപക്ഷം ജനങ്ങളും താമസിച്ച് വരുന്നത്. അപ്പോൾ കൂടുതലും ജനങ്ങൾ താമസിച്ച് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഭൂഖണ്ഡത്തിന്റെ ജനസംഖ്യ കൂടുതലും കാണപ്പെടുന്നത് പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലാണ്. സ്കാൻഡിനേവിയൻ ഭൂപ്രദേശത്തുള്ള രാജ്യങ്ങളിൽ നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ എന്താണ്? ജനസംഖ്യയും സാന്ദ്രതയും വളരെ കുറവാണ്. ഈ ഒരു രാജ്യങ്ങളിലൊക്കെ തെക്ക് ഭാഗത്ത് കടലിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലാണ് ഭൂരിപക്ഷം ജനങ്ങളും താമസിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നും കുറെ മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും കുടിയേറി പാർത്തു. ഇത്തരത്തിൽ അവിടെ എത്തിച്ചേർന്ന കുറച്ച് മനുഷ്യർ അവിടെ എത്തിച്ചേർന്ന ശേഷം വിവിധ തരം ഭാഷകളും വിവിധ തരം സംസ്കാരങ്ങളും ഒക്കെ പിന്തുടർന്നു എന്ന് പറഞ്ഞു. വ്യത്യസ്ത ഭൂപ്രകൃതി, സംസ്കാരം, കുടിയേറ്റം എന്നിവയുടെയൊക്കെ സ്വാധീനം മൂലം വിവിധ ഭാഷകളാണ് യൂറോപ്പിൽ സംസാരിച്ച് വന്നിരുന്നത്. അങ്ങനെ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് റഷ്യൻ ഭാഷയാണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. ഇതിനു പുറമെ അവിടെ വ്യാപകമായി സംസാരിച്ചു വരുന്ന ഭാഷകളാണ് ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, സ്പാനിഷ് എന്നിവയൊക്കെ. റഷ്യൻ ഭാഷയ്ക്ക് പുറമെ ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, സ്പാനിഷ് എന്നീ ഭാഷകളും ഈ ഒരു പ്രദേശത്ത് വ്യാപകമായി സംസാരിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഇവിടെ ജനസംഖ്യാ വർധനവിന് കാരണം എന്താണ് നമ്മൾ പറഞ്ഞത്? കുടിയേറ്റമാണ്. യൂറോപ്പിലെ ജനസംഖ്യാ വർധനവിന് പ്രധാനപ്പെട്ട കാരണം കുടിയേറ്റമാണ്. ആഫ്രിക്ക, മധ്യേഷ്യ, തെക്കനേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് വലിയ തോതിൽ ജനങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു എന്നതാണ് യൂറോപ്പിലെ ജനസംഖ്യാ വർധനവിന്റെ കാരണം. ആഫ്രിക്ക, മധ്യേഷ്യ, തെക്കനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ ജനങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. എന്താണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്? അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. 1957 ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്സ് എന്നീ 6 രാജ്യങ്ങൾ കൂടിച്ചേർന്ന് ആരംഭിച്ച കൂട്ടായ്മയാണ് 1993 യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ 6 രാജ്യങ്ങളുടെ ഈ പറഞ്ഞ 6 രാജ്യങ്ങൾ ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്സ് തുടങ്ങിയ 6 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. 1957 ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് 1993 പിന്നീട് യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് കാരണമായി മാറിയത്. രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക ഐക്യവും ആഭ്യന്തര കമ്പോളവും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ചൊരു കൂട്ടായ്മ പിന്നീട് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. ആദ്യം ഇവിടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് രാജ്യങ്ങൾക്കിടയിൽ ഒരു സാമ്പത്തിക ഐക്യം ഉണ്ടാക്കുക, ആഭ്യന്തര കമ്പോളം ഉണ്ടാക്കുക എന്നതൊക്കെയായിരുന്നു. പിന്നീട് അത് വികാസം പ്രാപിക്കുകയാണ് ചെയ്തത്. സമാധാനം, അനുരഞ്ജനം, ജനാധിപത്യം, മനുഷ്യാവകാശം എന്നീ മേഖലകളിലെ സംഭാവനയ്ക്ക് യൂറോപ്യൻ യൂണിയന് 2012 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും ലഭിച്ചു. അത്തരത്തിൽ രൂപപ്പെട്ട് പ്രവർത്തിച്ചു വന്ന ഈ ഒരു യൂറോപ്യൻ യൂണിയന്
സമാധാനം, അനുരഞ്ജനം, ജനാധിപത്യം, മനുഷ്യാവകാശം എന്നീ മേഖലകളിൽ അവർ നൽകിയ സംഭാവനയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും 2012 ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇതാണ് യൂറോപ്യൻ യൂണിയൻ. അത്തരത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കാണ് ആഫ്രിക്ക, മധ്യേഷ്യ, തെക്കൻ ഏഷ്യ തുടങ്ങിയവിടങ്ങളിൽ നിന്ന് വലിയ തോതിൽ ജനങ്ങൾ കുടിയേറുന്നത്. ഈ ഒരു കുടിയേറ്റമാണ് യൂറോപ്പിലെ ജനസംഖ്യാ വർധനവിന് കാരണം. ലോകത്തിലെ ഏറ്റവും വികസിതമായ പ്രദേശങ്ങളിൽ ഒന്നാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. മികച്ച കാലാവസ്ഥയാണ്, സുലഭമായ പ്രകൃതി വിഭവങ്ങളുണ്ട്, സാങ്കേതിക വിദ്യയും യൂറോപ്പിനെ വ്യാവസായികമായും കാർഷികമായും ഒക്കെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണവും. യൂറോപ്പിലെ പ്രധാന കൃഷി രീതികളും വ്യവസായങ്ങളും ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇവിടെ കൃഷിയിൽ പ്രാദേശിക വൈവിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സ്ഥല ലഭ്യതയ്ക്കും ജനസാന്ദ്രതയ്ക്കും അനുസരിച്ച് തീവ്ര കൃഷി, വ്യാപക കൃഷി, മിശ്ര കൃഷി എന്നീ രീതികളാണ് യൂറോപ്പിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇവിടെ വൈവിധ്യമുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ 3 തരത്തിലാണ് കൃഷികൾ പ്രധാനമായിട്ടും വരുന്നത്: തീവ്ര കൃഷി, വ്യാപക കൃഷി, മിശ്ര കൃഷി. അവയാണ് ഇവിടെ തന്നിട്ടുള്ളത്. തീവ്ര കൃഷി, ഇന്റൻസീവ് ഫാമിംഗ് എന്താണെന്ന് വെച്ചാൽ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിച്ച ഉൽപാദനം നടത്തുന്ന രീതിയാണ് തീവ്ര കൃഷി എന്ന് പറയുന്നത്. ഈ ഒരു തീവ്ര കൃഷി നടത്തുന്ന ഏരിയ അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ്. മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ്, രാജ്യങ്ങളിലാണ് ഈ ഒരു തീവ്ര കൃഷി, ഇന്റൻസീവ് ഫാമിംഗ് കൃഷി ചെയ്ത് വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഓറഞ്ച്, ഒലീവ്, മുന്തിരി എന്നിവയാണ് പ്രധാനമായിട്ടും തീവ്ര കൃഷി ഭാഗത്തിൽ കൃഷി ചെയ്ത് വരുന്നത്. ഇനി വ്യാപക കൃഷിയിലേക്ക് വരുമ്പോൾ അതിവിശാലമായ ഭൂപ്രദേശങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവൽകൃത ധാന്യ കൃഷിയാണ് വ്യാപക കൃഷി എന്ന് പറയുന്നത്. അതിവിശാലമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. തീവ്ര കൃഷിയിൽ എങ്ങനെയാണ്? ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളാണ്. എന്നാൽ വ്യാപക കൃഷി, എക്സ്റ്റൻസീവ് ഫാമിങ്ങിലേക്ക് വരുമ്പോൾ അതിവിശാലമായ ഭൂപ്രദേശത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവൽകൃതമായിട്ടുള്ള ധാന്യ കൃഷിയാണ് വ്യാപക കൃഷിയിൽ വരുന്നത്. ഇവിടെ ഏത് പ്രദേശത്താണെന്ന് വെച്ചാൽ, ഏത് കാലാവസ്ഥയാണെന്ന് വെച്ചാൽ വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പീസ് പുൽമേടുകളിലാണ് ഇത്തരത്തിലുള്ള കൃഷി നടക്കുന്നത്. വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പീസ് പുൽമേടുകളിലാണ് പ്രധാനമായും ഗോതമ്പാണ് കൃഷി ചെയ്യുന്നത്. ഇത് കൂടാതെ ബാർലി, ചോളം, ഓട്സ് തുടങ്ങിയ ധാന്യങ്ങളും ഈ പറഞ്ഞ വ്യാപക കൃഷിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മിശ്ര കൃഷിയിലേക്ക് വരുമ്പോൾ കൃഷിയോടൊപ്പം തന്നെ, അവിടെ കൃഷിയുണ്ട്, കൃഷിയോടൊപ്പം തന്നെ മൃഗപരിപാലനവും നടത്തുന്ന കൃഷി രീതിയാണ് മിശ്ര കൃഷി അല്ലെങ്കിൽ മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഏത് പ്രദേശത്താണ്? മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് പ്രധാനമായിട്ടും ഈ ഒരു കൃഷി രീതി കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ധാന്യങ്ങളും പച്ചക്കറികളും എന്നിവയുടെ ഉൽപാദനവും ഉണ്ട്. അതുപോലെ തന്നെ മിക്സഡ് ഫാമിങ്ങിൽ പറഞ്ഞതുപോലെ ഇവിടെ കന്നുകാലികളെയും പരിപാലിച്ച് വരുന്നുണ്ട്. ഇങ്ങനെയാണ് മിക്സഡ് കൃഷി. അപ്പോൾ തീവ്ര കൃഷി എന്നാൽ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യയോടുകൂടി വർദ്ധിച്ച ഉൽപാദനം നടത്തുകയാണ് ചെയ്യുന്നത്. വ്യാപക കൃഷിയിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള ഭൂപ്രദേശത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവൽകൃത ധാന്യ കൃഷിയാണ്. മിശ്ര കൃഷിയിൽ കൃഷിയും മൃഗപരിപാലനവും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞതനുസരിച്ച് ഈ ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കുകയാണെങ്കിൽ മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിൽ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ധാന്യങ്ങൾ, പച്ചക്കറികൾ, കന്നുകാലികൾ, മിക്സഡ് കൃഷി. അവിടെ മിശ്ര കൃഷി വരുന്ന ഭാഗത്താണ് മധ്യ പടിഞ്ഞാറൻ യൂറോപ്പ് പ്രദേശം വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കന്നുകാലി വളർത്തലും ഉണ്ട്. ഇനി മെഡിറ്ററേനിയൻ ഭൂപ്രദേശത്തേക്ക് വരുമ്പോൾ ഓറഞ്ച്, ഒലീവ്, മുന്തിരി എന്നിവയൊക്കെയാണ് വരുന്നത്. സ്റ്റെപ്പീസ് പുൽമേടുകളിലാണെങ്കിൽ ഗോതമ്പാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ബാർലി, ചോളം, ഓട്സ് എന്നിവയും ഉൾപ്പെടുന്നു. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? നമ്മളിപ്പോ പറഞ്ഞത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂറോപ്പിൽ കൃഷിയോളം തന്നെ പ്രാധാന്യമുള്ള പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനമാണ് മത്സ്യബന്ധനം എന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമുദ്ര സാമീപ്യം കാരണമാണ് സംഭവിക്കുന്നത്. പ്ലാങ്ക്ടൺസ് വരുന്നു, മത്സ്യബന്ധനം ശക്തമാകുന്നു എന്ന്. അപ്പോൾ സമുദ്ര സാമീപ്യം തന്നെയാണ് ഇത്തരത്തിൽ യൂറോപ്പിന്റെ മത്സ്യബന്ധന മേഖലയെ സ്വാധീനിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. മത്സ്യബന്ധനം നോക്കുമ്പോൾ
വടക്കൻ കടൽ നോർത്ത് സീ, ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് നോർവേ, ഡെൻമാർക്ക്, പോളണ്ട് എന്നിവിടങ്ങളൊക്കെ. ഈ രാജ്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട തൊഴിലായിട്ടാണ് മത്സ്യബന്ധനത്തെ കണക്കാക്കുന്നത്. വടക്കൻ കടൽ, ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന നോർവേ, ഡെൻമാർക്ക്, പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ഇവിടങ്ങളിൽ ധാരാളമായിട്ട് ഈ ഒരു പ്രദേശത്ത് ധാരാളമായി ലഭിക്കുന്ന തരത്തിലുള്ള മത്സ്യങ്ങളാണ് കോഡ്, മത്തി, സാൽമൺ, ഹാലിബട്ട്, കടൽ ട്രൗട്ട് എന്നിവയൊക്കെ. കോഡ്, മത്തി, സാൽമൺ, ഹാലിബട്ട്, കടൽ ട്രൗട്ട് തുടങ്ങിയ മത്സ്യങ്ങൾ ഈ പ്രദേശത്ത് നിന്നും ധാരാളമായി ലഭിക്കുന്ന മത്സ്യ ഇനങ്ങളാണ്. ഇവയാണ് അതൊക്കെ: സാൽമൺ, ഹാലിബട്ട്, കടൽ ട്രൗട്ട് എന്നിവയൊക്കെ. ഇവിടെ യൂറോപ്യൻ തീരത്ത് ഏറ്റവും കൂടുതൽ മത്സ്യലഭ്യതയുള്ള പ്രദേശങ്ങളാണ് ഡെൻമാർക്ക്, നോർവേ തീരത്തുള്ള ഗ്രേറ്റ് ഫിഷർ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേറ്റ് ഫിഷർ ബാങ്കിനെ കുറിച്ചാണ് നോക്കുന്നത്. ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗറും ബാങ്കുമാണ് ഇവിടെ പ്രധാനമായിട്ടും മത്സ്യലഭ്യതയുള്ള പ്രദേശങ്ങൾ. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മത്സ്യലഭ്യതയുള്ള പ്രദേശങ്ങളാണ് ഡെൻമാർക്ക്, നോർവേ തീരത്തുള്ള ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കും. ഇവയ്ക്കു പുറമെ മെഡിറ്ററേനിയൻ കടലും കരിങ്കടലും ഉൾനാടൻ കായലുകളും മത്സ്യബന്ധന വ്യവസായം അഭിവൃദ്ധിപ്പെടുത്താറുണ്ട്. അപ്പൊ ഇതാണ് ഗ്രേറ്റ് ഫിഷർ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി യൂറോപ്പിന്റെ വ്യവസായത്തിലേക്ക് വരുമ്പോൾ, വ്യാവസായിക വിപ്ലവം യൂറോപ്പിനെ വികസനത്തിലേക്ക് നയിച്ചു. വ്യാവസായിക വിപ്ലവം മൂലം യൂറോപ്പ് വികസനത്തിലേക്ക് കുതിച്ചു. യൂറോപ്പിലെ ഇരുമ്പ് വ്യവസായം, തുണി വ്യവസായം, നിർമ്മാണ മേഖല എന്നിവയെല്ലാം തന്നെ ലോക ശ്രദ്ധ നേടിയവയാണ്. ഇതാണ് യൂറോപ്പിന്റെ വ്യാവസായിക ഭൂപടം എന്ന് പറയുന്നത്. ഓട്ടോമൊബൈൽ വ്യവസായം എവിടെയൊക്കെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നത് ചുവന്ന സൂചികയിൽ നമുക്ക് മനസ്സിലാക്കാം. കപ്പൽ നിർമ്മാണം ഓറഞ്ച് നിറത്തിൽ നൽകിയിരിക്കുന്ന സൂചികയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇരുമ്പ് വ്യവസായം പച്ച നിറത്തിലാണ്, തുണി വ്യവസായം പർപ്പിൾ നിറത്തിലുമാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയാണ് യൂറോപ്പിന്റെ വ്യാവസായിക ഭൂപടം ചിത്രീകരിച്ചിരിക്കുന്നത്. യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവയിലേക്ക് കടക്കാം. എവിടെയൊക്കെയാണ് വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഈ പറഞ്ഞ ഇരുമ്പുരുക്ക്, കപ്പൽ, ഓട്ടോമൊബൈൽ, തുണി തുടങ്ങിയ വ്യവസായങ്ങളൊക്കെ ഉള്ളത്? പ്രധാനമായും ഇരുമ്പുരുക്കുള്ളത് എവിടെയാണ്? ഇരുമ്പുരുക്ക് വരുന്നത് ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ നെതർലൻഡ്സ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിലാണ്. ഓസ്ട്രിയയാണ് കേട്ടോ, ഓസ്ട്രിയ. ജർമ്മനി, ഫ്രാൻസ്, നെതർലൻഡ്സ്, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇരുമ്പുരുക്ക് വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കപ്പൽ നിർമ്മാണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? എവിടെയൊക്കെയായിട്ടാണ് വരുന്നത്? ക്രൊയേഷ്യയിൽ കാണാം. അതുപോലെ നമുക്ക് എവിടെയാണ്? ഫ്രാൻസിൽ കാണാം, ജർമ്മനിയിലും കാണാനായിട്ട് സാധിക്കും. ജർമ്മനിയിൽ കാണാം നമുക്ക്, അതുപോലെ ഫ്രാൻസിലും നമുക്ക് കപ്പൽ നിർമ്മാണം കാണാനായി സാധിക്കും. തുണിയുടെ കാര്യത്തിൽ വരുമ്പോൾ, തുണി വ്യവസായങ്ങൾ വരുമ്പോൾ യുണൈറ്റഡ് കിങ്ഡം ആണ് പ്രധാനമായും. യുണൈറ്റഡ് കിങ്ഡം, പിന്നീട് ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലുമാണ് വരുന്നത്. ഓട്ടോമൊബൈലിന്റെ കാര്യത്തിൽ വരുമ്പോൾ, ഓട്ടോമൊബൈൽ സ്വീഡൻ വരുന്നുണ്ട്, സ്വീഡനുണ്ട്, ജർമ്മനി ഉൾപ്പെടുന്നുണ്ട്, ഫ്രാൻസ് വരുന്നുണ്ട്. എവിടെയാണ്? ഫ്രാൻസ് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ യുണൈറ്റഡ് കിങ്ഡവും ഉൾപ്പെടുന്നുണ്ട്. ഓട്ടോമൊബൈൽ വ്യവസായം യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, സ്വീഡൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി യൂറോപ്പിലെ പ്രധാനപ്പെട്ട വാഹന നിർമ്മാണ വ്യവസായത്തിനെ കുറിച്ച് നോക്കുമ്പോൾ, യൂറോപ്യൻ രാജ്യങ്ങൾ വാഹന നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങളാണ്. ലോക രാജ്യങ്ങളുടെ സമയത്ത് തങ്ങളുടെ രാജ്യത്തിന്റെ പട്ടാള മുന്നേറ്റത്തിനായിട്ട് യുദ്ധവിമാനങ്ങളും ട്രക്കുകളും ടാങ്കറുകളും നിർമ്മിച്ച പല കമ്പനികളും പിന്നീട് വാഹന നിർമ്മാണ മേഖലയിലേക്ക് തിരിയുകയാണ് ചെയ്തത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് വാഹന നിർമ്മാണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ലോക യുദ്ധങ്ങളുടെ സമയത്ത് തങ്ങളുടെ രാജ്യത്തിന്റെ പട്ടാള മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് യുദ്ധവിമാനങ്ങളും ട്രക്കുകളും ടാങ്കറുകളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള പല കമ്പനികളുണ്ട്. ഇവയെല്ലാം തന്നെ പിന്നീട് വാഹന നിർമ്മാണത്തിലേക്ക് തിരിയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വാഹന നിർമ്മാണത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മുൻപന്തിയിലെത്തുന്നത്. ഔഡി, ഫെറാരി, ബുഗാട്ടി, ഫോക്സ് വാഗൻ, മെഴ്സഡസ് ബെൻസ്, BMW, റോൾസ് റോയ്സ്,
സ്കാനിയ, വോൾവോ, പോഷെ എന്നിവയെല്ലാം തന്നെ ലോകം മുഴുവൻ ആരാധകരുള്ള യൂറോപ്യൻ വാഹന കമ്പനികളാണ്. ഇവയെല്ലാം തന്നെ യൂറോപ്പിന് സ്വന്തമായിട്ടുള്ളവയാണ്. അടുത്തത് നമുക്ക് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളും സാംസ്കാരിക നഗരങ്ങളെയും കുറിച്ചാണ് പഠിക്കാനുള്ളത്. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ വൈവിധ്യമാർന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷം, ജർമ്മനിയിലെ ഒക്ടോബർ ഫെസ്റ്റ്, സ്പെയിനിലെ ലാ ടൊമാറ്റിന, കാളപ്പോര്, നെതർലാൻഡ്സിലെ കിങ്സ് ഡേ കാർണിവൽ, വെനീസ് കാർണിവൽ എന്നിവ എടുത്തു പറയത്തക്ക ആഘോഷങ്ങളാണ്. ഈഫൽ ഗോപുരം, പീസയിലെ ചരിഞ്ഞ ഗോപുരം, ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങിയ നിർമ്മിതികളും കലയും സംസ്കാരവും വിളിച്ചോതുന്ന നഗരങ്ങളും യൂറോപ്പിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ വൈവിധ്യമാർന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷം, ജർമ്മനിയിലെ ഒക്ടോബർ ഫെസ്റ്റ്, സ്പെയിനിലെ ലാ ടൊമാറ്റിന, കാളപ്പോര്, നെതർലാൻഡ്സിലെ കിങ്സ് ഡേ കാർണിവൽ, വെനീസ് കാർണിവൽ എന്നിവയൊക്കെയാണ്. സാംസ്കാരിക നഗരങ്ങൾ, പ്രധാനപ്പെട്ട സാംസ്കാരിക നഗരങ്ങളാണ് ഈഫൽ ടവർ, പീസയിലെ ചരിഞ്ഞ ഗോപുരം, ലണ്ടൻ ബ്രിഡ്ജ് എന്നിവയൊക്കെ. ഇതുകൂടാതെ കലയും സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്ന നഗരങ്ങളും യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഇതാണ് ഒക്ടോബർ ഫെസ്റ്റ്. ലാ ടൊമാറ്റിന എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു ആഘോഷമാണ്. കാളപ്പോര് നമ്മൾ മൂവിയിൽ കണ്ടിട്ടുള്ളതാണ്. കിങ്സ് ഡേ കാർണിവൽ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വെനീസ് കാർണിവൽ ആണ് ഇത്. ചരിഞ്ഞ ഗോപുരം, പീസയിലെ ചരിഞ്ഞ ഗോപുരമാണ് ഇത്. ഇനി പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത് പാരീസ്. യൂറോപ്പിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന നഗരമാണ് പാരീസ് എന്നത്. സൈൻ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്. പാരീസ് സ്ഥിതി ചെയ്യുന്നത് സൈൻ നദീതീരത്താണ്. സൈൻ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് പാരീസ്. പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാന നഗരമാണ്. ഈഫൽ ഗോപുരം, ലൂവ്രെ മ്യൂസിയം തുടങ്ങിയവ സഞ്ചാരികളെ ഈ നഗരത്തിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇതാണ് സൈൻ നദിയും ഈഫൽ ഗോപുരവും. ഈഫൽ ടവറാണിത്. ഈഫൽ ഗോപുരവും ലൂവ്രെ മ്യൂസിയവുമാണ് ഇവിടെ പ്രധാനമായിട്ടും സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഇനി ലണ്ടൻ നോക്കുമ്പോൾ തേംസ് നദീതീരത്താണ് ലണ്ടൻ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലണ്ടിന്റെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ലണ്ടൻ എന്ന് പറയുന്നത്. തേംസ് നദീതീരത്താണ് ലണ്ടൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പാരീസ് സൈൻ നദീതീരത്ത് പാരീസ്. ലണ്ടൻ തേംസ് നദീതീരത്താണ്. ലണ്ടൻ ഇംഗ്ലണ്ടിന്റെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും തലസ്ഥാനമാണ്. ഇംഗ്ലണ്ടിലെയും യുണൈറ്റഡ് കിങ്ഡത്തിലെയും ഏറ്റവും വലിയ നഗരവുമാണ് ലണ്ടൻ എന്ന് പറയുന്നത്. അടുത്തത് ബെർലിൻ ആണ്. ജർമ്മനിയുടെ തലസ്ഥാനമാണ് ബെർലിൻ. ജർമ്മനിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ. ജർമ്മനിയിലെ ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ. സ്പ്രീ നദീതീരത്താണ്. ഏത് നദീതീരത്താണ് ബെർലിൻ? സ്പ്രീ നദീതീരത്താണ് ബെർലിൻ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ലണ്ടൻ നഗരത്തിന്റെ പിക്ചർ. ഇവിടെ താഴെ ബെർലിൻ നഗരത്തിന്റെ പിക്ചറും തന്നിട്ടുണ്ട്. ഇതാണ് ബെർലിൻ നഗരം. മോസ്കോയിലേക്ക് വരുമ്പോൾ റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ. മോസ്കോവ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മോസ്കോ എന്നത്. നദീതീരം ഏതാണ്? മോസ്കോവയാണ്. മോസ്കോവ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരമാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നഗരം. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോവ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരമാണ് മോസ്കോ. യൂറോപ്പിലെ പ്രധാനപ്പെട്ട മറ്റൊരു നഗരമാണ് റോം എന്നത്. റോം ഇറ്റലിയുടെ തലസ്ഥാന നഗരമാണ്. ഇറ്റലിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള റോം ടൈബർ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. റോം നഗരം സ്ഥിതി ചെയ്യുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും നിരവധി സ്മാരകങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. റോമിൽ റോമാ സാമ്രാജ്യത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും ഒക്കെ നിരവധി സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. റോമിലെ കൊളോസിയം പുരാതന മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. റോമിലെ കൊളോസിയം പുരാതന മഹാത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവയ്ക്ക് പുറമെ മാഡ്രിഡ്, ഏഥൻസ്, ആംസ്റ്റർഡാം, വിയന്ന, ബാഴ്സലോണ, ലിസ്ബൺ, ഡബ്ലിൻ എന്നിവയൊക്കെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. ഇത് മോസ്കോ നഗരത്തിന്റെ ഒരു പിക്ചറാണ്. അതുപോലെ റോം നഗരം
ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പുരാതന മഹാത്ഭുതത്തിൽ ഒന്നായ കൊളോസിയം, റോമിലെ കൊളോസിയം. നമ്മൾ ഇവിടെ പറഞ്ഞ റോമിലെ കൊളോസിയം പുരാതന മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇവിടെ തന്ന ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്കിതൊന്ന് ക്രോഡീകരിക്കാൻ പറ്റും. തെംസ് നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ലണ്ടൻ നഗരമാണ്, ലണ്ടൻ നഗരം. ടൈബർ നദീതീരത്ത് റോം നഗരമാണ്, റോം നഗരം. മോസ്കോവ നദീതീരത്ത് അതാണ് മോസ്കോ നഗരമാണ്. സൈൻ നദീതീരത്ത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച പാരീസ്, പാരീസ് ആണ്. സ്പ്രീ നദീതീരത്ത് ബെർലിൻ ആണ്, ബെർലിൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 1000 തടാകങ്ങളുടെ നാട്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമെന്നറിയോ? ഫിൻലൻഡ് ആണ് കേട്ടോ, ഫിൻലൻഡ് ആണ്. വടക്കൻ യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഫിൻലൻഡിനെയാണ് 1000 തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. 1000 തടാകങ്ങളുടെ നാട്. 1000 തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും 1,00,000-ലധികം തടാകങ്ങളും നിരവധി നദികളും വിശാലമായിട്ടുള്ള ചതുപ്പുനിലകളും നിറഞ്ഞതാണ് ഈ ഫിൻലൻഡ് എന്ന് പറയുന്നത്. ഇവിടെ 1,00,000-ലധികം തടാകങ്ങളുണ്ട്, നിരവധി നദികളും വിശാലമായിട്ടുള്ള ചതുപ്പു നിലങ്ങളും ഉണ്ട് ഫിൻലൻഡിൽ. ഫിൻലൻഡിന്റെ തെക്ക് ഭാഗത്തായിട്ട് ബാൾട്ടിക് കടലും ഫിൻലൻഡ് കടലിടുക്കും തെക്കു പടിഞ്ഞാറായിട്ട് ബോത്നിയ കടലിടുക്കുമാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിൻലൻഡിന്റെ തെക്ക് ഭാഗത്തായിട്ട് നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫിൻലൻഡിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഇവിടെ ബാൾട്ടിക് കടലുണ്ട്, അതുപോലെ ഫിൻലൻഡ് കടലിടുക്കുണ്ട്. ഫിൻലൻഡ് കടലിടുക്കും ഫിൻലൻഡിന്റെ തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. ഇതുകൂടാതെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് എന്താണ്? ബോത്നിയ കടലിടുക്ക്. എന്താണ് കടലിടുക്ക് എന്നതൊക്കെ നമ്മൾ പഠിച്ചത് ഓർത്തെടുക്കുന്നുണ്ടാവല്ലോ അല്ലെ? ഓക്കെ, അപ്പോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ബോത്നിയ കടലിടുക്കും, തെക്ക് ഭാഗത്തായിട്ട് ഫിൻലൻഡ് കടലിടുക്കും, ബാൾട്ടിക് കടലും കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയും കാലാവസ്ഥയും സംസ്കാരവും ഒക്കെ നിരവധി വിനോദസഞ്ചാരികളെ ഈ ഒരു ഭാഗത്തേക്ക് ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്, ഫിൻലൻഡ്. ഇവിടെ ഒരു മാപ്പ് നിരീക്ഷിച്ചുകൊണ്ട് ഫിൻലൻഡിന്റെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഫിൻലൻഡിന്റെ കാലാവസ്ഥയും ജനജീവിതവുമാണ്. ഇവിടെ പൊതുവെ അനുഭവപ്പെടുന്നത് ആർട്ടിക് കാലാവസ്ഥയും ഉപ ആർട്ടിക് കാലാവസ്ഥയുമാണ്. അതിശൈത്യവും മഞ്ഞുവീഴ്ചയും ഫിൻലൻഡിന്റെ വടക്ക് ഭാഗങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. അതിശൈത്യവും മഞ്ഞുവീഴ്ചയും ഒക്കെ ഫിൻലൻഡിൽ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്, പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇത് കാരണം ഫിൻലൻഡിന്റെ കടലിനോട് ചേർന്ന പ്രദേശങ്ങളാണ് പ്രധാനപ്പെട്ട ജനവാസ മേഖലകൾ എന്ന് പറയുന്നത്. ഇവിടെ അതിശൈത്യവും മഞ്ഞുവീഴ്ചയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കടലിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഫിൻലൻഡിൽ ജനവാസ മേഖലകൾ കൂടുതലായിട്ടുള്ളത്. ഫിൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിൻലൻഡ് ജനതയുടെ 1/5 ഭാഗം ഫിൻലൻഡിന്റെ തലസ്ഥാനമായിട്ടുള്ള ഹെൽസിങ്കിയിലാണ് വസിക്കുന്നത്. ഫിൻസ് എന്നാണ് ഇവിടുത്തെ ഫിൻലൻഡ് ജനതയെ വിളിക്കുന്നത്. ഫിൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു ജനവിഭാഗത്തിൽ 1/5 ഭാഗവും താമസിക്കുന്നത് ഹെൽസിങ്കി നഗരത്തിലാണ്. ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിലാണ് വസിക്കുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട ജനവാസ മേഖലകൾ പലതും തീരപ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇതിലൂടെ കണ്ടു. എന്തുകൊണ്ടായിരിക്കും ഈ തീരപ്രദേശത്ത് കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത്? പ്രധാനമായും ഗതാഗത സൗകര്യം, നിരപ്പുള്ള ഭൂപ്രകൃതിയായിരിക്കും, മത്സ്യബന്ധന സൗകര്യങ്ങൾ ഉണ്ടാവും, മികച്ച കാലാവസ്ഥയാണ് എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഫിൻലൻഡിന്റെ 2/3 ഭാഗവും വനപ്രദേശമാണ്. പ്രകൃതി വിഭവങ്ങൾ താരതമ്യേന കുറഞ്ഞ ഫിൻലൻഡിൽ ഗുണമേന്മ കുറഞ്ഞ കൽക്കരിയാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഇവിടെ വനപ്രദേശമാണ് 2/3 ഭാഗവുമെങ്കിൽ കൂടി പ്രകൃതി വിഭവങ്ങൾ താരതമ്യേന ഇവിടെ കുറവാണ്. അതുപോലെ ഗുണമേന്മ കുറവുള്ള കൽക്കരിയാണ്, അതായത് പീറ്റാണ് പ്രധാനമായിട്ടും ഫിൻലൻഡിൽ കാണപ്പെടുന്നത്. ശൈത്യം കഠിനമായതിനാൽ ഊർജത്തിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. ഇവിടെ പൊതുവെ നമ്മൾ പറഞ്ഞതുപോലെ ആർട്ടിക് കാലാവസ്ഥയും ഉപ ആർട്ടിക് കാലാവസ്ഥയുമാണ് കാണപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഊർജത്തിന്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. രാജ്യത്തെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ് തന്നെ ജലവൈദ്യുതിയാണ്. ഫിൻലൻഡിന്റെ പ്രധാനപ്പെട്ട ഊർജ സ്രോതസ് ജലവൈദ്യുതിയാണ്.
എന്നാൽ ഇവിടെ ശൈത്യം വൈദ്യുതി ഉൽപാദനത്തിനും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. കഠിനമായിട്ടുള്ള ശൈത്യവും നിരന്തരമായിട്ടുള്ള മഞ്ഞുവീഴ്ചയും ഒക്കെ നിർമ്മാണ പ്രവർത്തനത്തിനും അതുപോലെ ഗതാഗതത്തിനും ഒക്കെ തടസ്സം സൃഷ്ടിക്കുകയും അതേ തുടർന്ന് നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലാണ് അവിടുത്തെ ഒരു കാലാവസ്ഥയും ജീവിത രീതിയും ഒക്കെ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കുന്നുണ്ട് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, ലോക സന്തോഷ സൂചിക. എപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. ലോക സന്തോഷ സൂചികയിൽ ഫിൻലൻഡ് ആണ് എപ്പോഴും ഒന്നാമതായിട്ട് നമ്മൾ ഈ പഠിക്കുമ്പോൾ ഒക്കെ കാണാറുള്ളത്. ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പരിമിതികൾ പലതുണ്ടെങ്കിൽ പോലും 2024 ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫിൻലൻഡ് ആണ് ഒന്നാമതായി നിൽക്കുന്നത്. ഇത് തുടർച്ചയായി 7ാമത്തെ തവണയാണ് ഫിൻലൻഡ് ഈ ഒരു നേട്ടം, 1ാം സ്ഥാനം എന്ന ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു സന്തോഷ സൂചിക തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ആളോഹരി വരുമാനം, സാമൂഹിക പിന്തുണ, ആരോഗ്യകരമായിട്ടുള്ള ആയുർദൈർഘ്യം, സ്വാതന്ത്ര്യം, ദാനശീലം, അഴിമതി തുടങ്ങിയ 6 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സന്തോഷ സൂചിക ഹാപ്പിനെസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ 2024 തയ്യാറാക്കിയിട്ടുള്ള സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം ഫിൻലൻഡിനാണ്. ഫിൻലൻഡിലേതുപോലെ തന്നെ ആർട്ടിക് കാലാവസ്ഥയും സ്കാൻഡിനേവിയൻ ഭൂപ്രകൃതിയും അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് തുടങ്ങിയവയൊക്കെ. ഫിൻലൻഡിന്റെ പിന്നിലായിട്ട് ലോക സന്തോഷ സൂചികയിൽ ആദ്യ 10 സ്ഥാനങ്ങളിലായി ഇവയുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏതൊക്കെയാണ്? നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലൻഡ് എന്നിവയൊക്കെ. ഇത് കൂടാതെ ലോക രാജ്യങ്ങളുടെ വികസനത്തെ വിലയിരുത്തുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കുന്ന മാനവ വികസന സൂചികയിലും ഈ രാജ്യങ്ങൾ വളരെ മുന്നിലാണ്. മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും അതുപോലെ സന്തോഷ സൂചികയിലും ഈ പറഞ്ഞ സ്കാൻഡിനേവിയൻ ഭൂപ്രകൃതിയും ആർട്ടിക് കാലാവസ്ഥയും അനുഭവപ്പെടുന്ന രാജ്യങ്ങളും ഒപ്പം ഫിൻലൻഡും മുന്നിൽ തന്നെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. മികച്ച കാലാവസ്ഥയും ഭൂപ്രകൃതിയും പ്രകൃതി വിഭവങ്ങളുമുള്ള ധാരാളം രാജ്യങ്ങൾ സന്തോഷ സൂചികയിൽ ഫിൻലൻഡിന് പുറകിലാണ്. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഭൂപ്രകൃതിയെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് വികസനത്തിലേക്ക് കുതിക്കുന്നതിനുള്ള ഫിൻലൻഡ് ജനതയുടെ ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്നതാണ്. അപ്പൊ ഫിൻലൻഡിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. പൊതുവെയുള്ള യൂറോപ്യൻ രീതിയും യൂറോപ്യൻ ഭൂപ്രകൃതിയും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. അപ്പൊ ഇത്രയാണ് ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.